അപ്പോൾ അതൊരു അക്കാദമികമായിട്ടും വിശദമായിട്ടും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്രാ സാഹിത്യം അപ്പോൾ എനിക്ക് യാത്രയെപ്പറ്റി, എൻ്റെ യാത്രകളെപ്പറ്റി ഒന്നും തന്നെ പറയാനില്ല. ഒരു പൊതുവായിട്ടുള്ള ഒരു നിരീക്ഷണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മളിപ്പം ജീവിക്കുന്ന ഈ കാലം, ഈ കുറച്ച് വർഷങ്ങളായിട്ട് യാത്രയ്ക്കായിട്ട് യാത്ര ചെയ്യുന്നവരും അങ്ങനെയുള്ള ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള യാത്രകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പണ്ടങ്ങനെ ആളുകളുടെ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിനെ പോലെയൊക്കെയുള്ള ഒരാൾ വളരെ ആലോചിച്ച് ആസൂത്രണം ചെയ്തൊരു അങ്ങനെ വിദേശത്തേക്ക് പോവുക എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമ്മൾ യാത്രക്കാരെന്ന് വാസ്തവത്തിൽ വിളിക്കണം. അവരും പക്ഷേ യാത്രയ്ക്കായി മാത്രം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഇവിടെ. കാരണം അതാണ് എഴുത്തിൻ്റെയും ഒക്കെ വിഷയങ്ങളായിത്തീരുന്ന അത്തരം യാത്രകളാണ്. അവർ തിരിച്ചു വന്നിട്ട് ആളുകൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതി തങ്ങൾ കണ്ട വിവരങ്ങളൊക്കെ അറിയിക്കുന്നു. അപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ, അത് വിദേശത്തേക്കുള്ള യാത്രകൾ മാത്രമല്ല, കേരളത്തിൽ തന്നെ ധാരാളം പേര് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലൂടെ ധാരാളം പേര് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മളൊരു യാത്ര ചെയ്യുന്ന, നമ്മൾ പൊറ്റക്കാടിൻ്റെയും KP കേശവമേനോൻ്റെയും പാറേമ്മാക്കൽ തോമ കത്തനാരുടെയൊക്കെ ആ പാരമ്പര്യം പുലർത്തുന്നവരായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ യാത്രാവിവരണ എഴുത്തെന്ന് പറയുന്നത് ഇന്നിപ്പം നടക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് എല്ലാം പുസ്തകങ്ങളായിട്ടൊന്നും അല്ല വരുന്നത്. വളരെ ചുരുക്കമേ ഉള്ളൂ പുസ്തകങ്ങളായിട്ട് യാത്രാവിവരണങ്ങൾ വരുന്നത്. ഇൻ്റർനെറ്റിലാണ് വളരെയധികം. ബ്ലോഗുകളുണ്ട്, അതുപോലെ തന്നെ പഴയ ട്വിറ്ററിൻ്റെ എക്സിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പം സാജൻ, പഴയ ദൂരദർശനിലുണ്ടായിരുന്ന സാജൻ്റെ ഒരു യാത്രാവിവരണം ഞാൻ ഈയിടെ കണ്ടു. ഇവരുടെയൊക്കെ യാത്രാവിവരണങ്ങൾ ഇങ്ങനെ വന്നു, ധാരാളം ആളുകൾ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഇപ്പം സന്തോഷ് കുളങ്ങരയുടെ വീഡിയോ യാത്രാവിവരണങ്ങൾ കേരളത്തിൽ വളരെ പ്രമുഖമായ രീതിയിൽ കേരളത്തിലെല്ലാം വളരെ ജനപ്രീതി നേടിയിട്ടുള്ള ഒന്നാണ്. അതൊരു പൊറ്റക്കാടിന് ശേഷം ഒരു പുതിയ പാതയാണ് സന്തോഷ് കുളങ്ങരയെ പോലെ ഒരു യാത്രക്കാരൻ തുറന്നത്. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം ആളുകൾക്ക് യാത്ര ചെയ്യാൻ പല കാരണങ്ങളാൽ സാധ്യമല്ലാത്ത ധാരാളം ആളുകൾക്ക് സ്വന്തം വീടുകളിലിരുന്ന് ഒരു വളരെ സൗഹൃദാത്മകമായ ഒരു സന്തോഷിൻ്റെ രീതിയിൽ ലോകത്തിലെ കാര്യങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ സാംസ്കാരിക ജീവിതത്തിന് ഒരു സംഭാവനയാണ് ആ രീതിയിൽ സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനെപ്പോഴും പറയുന്ന, യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലതാണ്. കാരണം നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെപ്പറ്റിയും, എല്ലാവർക്കും അല്ല, പല കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് പലപ്പോഴും പല ഇടുങ്ങിയ ചില ചിന്താഗതികൾ ഉണ്ടാകാറുണ്ട്. നമ്മളാണ് ശരി, നമ്മളെക്കാളും മികച്ചവരാരും ഇല്ല, ലോകത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ആ തോന്നലുകൾ മാറിക്കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഒന്നാമതായി കണ്ടിട്ടുള്ള ഒരു കാര്യം. കൂടുതൽ ആളുകൾ യാത്ര ചെയ്യും തോറും. അതുപോലെ തന്നെ പ്രകൃതി, ഇപ്പം ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും, ഇതിലൊക്കെ ഗംഭീരങ്ങളായ ദൈവത്തിൻ്റെ നാടുകൾ ലോകത്തിൽ ആയിരക്കണക്കിന് ഉണ്ടെന്നുള്ളതും കൂടി നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട് മലിനമാണെന്നുള്ളതാണ്. നമ്മുടെ നാട് ദൈവത്തിൻ്റെ നാടാണ്, പക്ഷേ ഇത് മാലിന്യം നിറഞ്ഞ ഒരു നാടായി മാറിയതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതിനിപ്പം
ആരെയാണ് കുറ്റം പറയേണ്ടത്? നമ്മളെ തന്നെയാണോ? നമ്മൾ തിരഞ്ഞെടുത്ത് ഇതൊക്കെ ശരിയാക്കാൻ അവിടെ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്തിരിക്കുന്ന ആളുകളെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷെ നമ്മൾ ഒരു വളരെ മലിനമായ സൗന്ദര്യത്തെ മലിനപ്പെടുത്തിയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് അനാരോഗ്യകരമാംവിധം ചീഞ്ഞെളിഞ്ഞ സാധനങ്ങളുമായിട്ട് അത് ഒരു പ്രശ്നമാണ്. പക്ഷേ അത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരിടത്തും തന്നെ ഈ മാലിന്യം കാണില്ല എന്നുള്ളത് തിരിച്ചറിയുന്ന മലയാളികളുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒന്ന്. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു ഡെവലപ്മെൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിലിരിക്കുന്ന ധാരാളം പേര് ഇപ്പം മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നവർ അവർ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് യാത്രാ സംഘങ്ങൾ ഗ്രൂപ്പുകളിൽ ചേർന്നിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് പെൻഷനൊക്കെ ഉണ്ട്, അവരുടെ ജീവിതം പൊതുവിൽ സെക്യൂറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ പെൻഷൻ പറ്റിയ ആളുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മുതിർന്ന പൗരന്മാർ ധാരാളമായിട്ട് ഗ്രൂപ്പുകൾ, കാരണം അവർക്ക് ഒറ്റയ്ക്കുള്ള പോക്ക് പ്രയാസമായിരിക്കും, പക്ഷേ അവരെയും കൊണ്ട് യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ കൂടെ ഉള്ള ഇവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ കൂടെ 6 യാത്രക്കാരാണ് ഉള്ളത്. അതിൽ എനിക്ക് ഉള്ള സന്തോഷം തോന്നുന്നത് അതിൽ 3 സ്ത്രീകളാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു പുതിയൊരു കേരളത്തിലിപ്പം വളരെ ശക്തമായി തീർന്നിട്ടുള്ളൊരു കാര്യം അത്. കാരണം സ്ത്രീകൾ ധാരാളമായിട്ട് സ്വതന്ത്രമായിട്ട് ഭർത്താവിൻ്റെയോ ആങ്ങളയുടെയോ അപ്പൻ്റെയോ പെങ്ങളുടെയോ ഒന്നും സഹായമില്ലാതെ അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ധാരാളമായിട്ട് യാത്ര ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു ഒരു സമൂഹത്തിൻ്റെ സംസ്കാര സമ്പന്നത വർദ്ധിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ 3 സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അപ്പം ഡോക്ടർ ഹരികൃഷ്ണൻ ഉണ്ട് ഇവിടെ. അത് ഡോക്ടർ ഹരികൃഷ്ണൻ ഒരു 10-20 വർഷമായിട്ട് സ്വന്തം രീതിയിൽ ധാരാളമായിട്ട് യാത്ര ചെയ്യുകയും 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. വളരെ ഈ ഡോക്ടറുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. അതിൻ്റെ എല്ലാ ഉള്ളിൽ നിന്ന് ഹരികൃഷ്ണൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാനുള്ള സമയവും സന്ദർഭവും കണ്ടുപിടിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പേരുകൾ ഇവിടെയുണ്ട്. മുസഫർ അഹമ്മദുണ്ട്, കെ അജയനുണ്ട്, നന്ദിനി മേനോനുണ്ട്, മിത്ര സുരേഷുണ്ട്, ബീനയുണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ ഹരികൃഷ്ണനെയും തുടങ്ങുകയാണ്. ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ പറ്റുന്ന എനിക്കൊരു കാര്യം, ഈ ഒരു ഡോക്ടറായിട്ട് ഉള്ള ഒരു ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു യാത്രക്കാരനും യാത്രയെ സ്നേഹിക്കുന്നവനുമായി തീർന്നത് എന്നുള്ളതൊന്ന് പറയാം. അതിനൊരു 3 കാരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. ആദ്യത്തേത്, ഞാൻ വളരെ നേരത്തെ യാത്ര തുടങ്ങിയ ആളാണ്. എൻ്റെ അച്ഛൻ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വളരെ സ്കൂൾ കാലം തൊട്ട് തന്നെ ഇന്ത്യയിൽ മുഴുവനും ചുറ്റുവാനങ്ങൾക്കൊരു ഭാഗ്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടത് അന്ന് മുതലുള്ള താല്പര്യമാണത്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു 4-5 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു കപ്പൽ യാത്രയൊക്കെ അന്ന് ദ്വീപിലായിരുന്നു അച്ഛൻ. അപ്പം ലക്ഷദ്വീപിലേക്കുള്ള യാത്രയൊക്കെ ഒരു യാത്രയോടുള്ള താല്പര്യത്തിൻ്റെ ഒരു പൊരി എൻ്റെ മനസ്സിലേക്ക് ഇട്ടത് അതായിരിക്കും. പിന്നൊന്ന്, ഞാൻ കാര്യം വൈദ്യവൃത്തിയിലാണ് എത്തിച്ചേർന്നതെങ്കിലും അത് സത്യം പറഞ്ഞാൽ അതായിരുന്നില്ല എൻ്റെ ആഗ്രഹം. ഞാനൊരു ചരിത്രകാരനാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പക്ഷേ സാധിച്ചില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് ഒരിക്കലും ആവാൻ സാധിക്കും. പക്ഷേ എന്നാലും ആ ചരിത്രകാരനാവണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് നേടാവുന്ന, അതിലേക്ക് എത്താവുന്ന ഒരേ ഒരു മാർഗം യാത്രകൾ ചെയ്യുകയും ചരിത്രം അന്വേഷിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അത് ഒരു വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് തന്നെ പറയാം. കാരണം ഞാൻ ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടം. ഇപ്പം ഒരു ആധുനിക ലോകം ചിലപ്പോൾ ഞാൻ കണ്ടു എന്ന് വരില്ല. ഞാൻ പഴയ ചരിത്രത്തിലൂടെ ആയിരിക്കും എൻ്റെ മുഴുവൻ പോകുന്നത്, അതിലൂടെ ആയിരിക്കും. അതാണ് എനിക്ക് എപ്പോഴും ഒരു കാര്യം. പിന്നെ ഈ യാത്രയിലൂടെ ചരിത്രം എഴുതുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ ഇപ്പം ഈ ഡാർലിംബിളിൻ്റെ എഴുത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
അതൊരിക്കലും യാത്രാ സാഹിത്യമായിട്ട് ആരും കണക്കാക്കിയെന്ന് വരില്ല. അദ്ദേഹം ചരിത്രമാണ് പറയുന്നത്. പക്ഷേ ചരിത്രം പറയുന്നത് യാത്രയിലൂടെയാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ ആൾക്കാരുമായി സംസാരിക്കുന്നു, അവരോട് ഇടപഴകിക്കൊണ്ട് ഇതിലൂടെയാണ് അദ്ദേഹം ചരിത്രം പറയുന്നത്. എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു എഴുത്താണ് ഡാർലിംബിളിൻ്റെ. അപ്പോൾ അതുപോലെ എഴുതണം എന്നുള്ളൊരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ അതിന് കാരണമായിരിക്കും. അപ്പം ഞാൻ എഴുതുന്നതും സത്യം പറഞ്ഞാൽ ചരിത്രമാണ്, യാത്ര അതിൻ്റെ ഒരു നിമിത്തം മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ വേറൊരു സബ് ജോണറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. യാത്രാ സാഹിത്യത്തിൽ യാത്രാ വിവരണം എന്നുള്ള പേരേ ഞാൻ എടുക്കില്ല അതിൽ. കാരണം അതെനിക്കത് കണക്കാക്കാനേ പറ്റില്ല. ആ പേര് തന്നെ നിരോധിക്കണം എന്ന് ഞാൻ പറയുക. കാരണം യാത്രാ സാഹിത്യം പറഞ്ഞ ഒരു വലിയ ജോണറിൻ്റെ ഒരു അറ്റത്ത് മാത്രം നിൽക്കുന്ന ഒന്നാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത്. അതല്ല അപ്പുറത്ത് യാത്ര ഒരു നിമിത്തം മാത്രമാക്കി ഞാൻ എന്ന സംഗതിയെ തന്നെ പിന്നിലേക്ക് വെച്ച് ആത്മകഥാംശം തന്നെ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ എഴുതാനുള്ള ഒരു താല്പര്യമാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ആണ് ആ യാത്രയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒന്നുള്ളത്, ഈ മാർക്ക് കോക്കർ എന്ന് പറഞ്ഞൊരു ഒരു കക്ഷിയുണ്ട്. മൂപ്പര് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വാതിലാണ് യാത്ര എന്ന്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അതിൽ പല യാത്രയിലൂടെ നമ്മൾ കാണുന്ന പുതിയ ആൾക്കാരും പുതിയ സ്ഥലവും പുതിയ സംസ്കാരം പുതിയ സമൂഹം, അതിലൂടെ നമ്മളിലേക്ക് കലരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുക്കുന്നതാണ് ഓരോന്നും. അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അത് നമ്മൾ അറിഞ്ഞാൽ തന്നെ, അനുഭവിച്ചാൽ തന്നെ മാത്രം മനസ്സിലാവും. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആഘോഷമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യാത്രാ സാഹിത്യത്തിനെ കാണാം. അതൊരു സ്വന്തമായിട്ടുള്ള ആഘോഷമാണ് ആ എഴുത്ത്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് ചിന്തിക്കുന്നത്. പക്ഷേ ഇതിന് നേരെ മറിച്ചുള്ള ആശയമുള്ള കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു എസ്കേപ്പിസം ഉണ്ട്. നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് നാളൊരു വിനോദം, വിശ്രമം എന്നുള്ള നിലയിലേക്ക് യാത്രകൾ മാറുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ യാത്രയുടെ ഒരു ചുരുങ്ങലാണത്. അത് ചുരുങ്ങലാണ്. കാരണം അതിൽ നിന്ന് വരുന്ന വളരെ പരിമിതികളുള്ള ഒരു എഴുത്തെ അങ്ങനത്തെ ഒരു യാത്രയെന്ന് വരികയുള്ളൂ. അങ്ങനെയല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായ സ്വാതന്ത്ര്യം തേടിക്കൊണ്ടുള്ള ഒരു യാത്ര, ഒരുപക്ഷെ നമ്മൾ വനിതകളായിട്ടുള്ള യാത്രക്കാരെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട, അവർ മുന്നിൽ കാണേണ്ട ഒരു കാര്യം അവർ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് യാത്രയിലൂടെ. അത് പക്ഷേ വേറൊരു സമയത്തും ചിലപ്പോൾ അത് സാധിച്ചൊന്നും വരില്ല നമ്മുടെ സൊസൈറ്റിയിൽ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ നമ്മൾ ആഘോഷിക്കേണ്ടത് അതുകൊണ്ടാണ്. സ്ത്രീ യാത്രക്കാരെ ആഘോഷിക്കണം എന്നാണ് ഞാൻ പറയുക, അവരുടെ ഇതുകൊണ്ട്. മാനസിക പരിവർത്തനം വനിതകൾക്കുണ്ടായി വന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ? കാരണം പണം കൂടി വേണമല്ലോ. സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമായിരിക്കില്ല അവരിൽ ഒരുപക്ഷെ അവർ കാലങ്ങൾ കാണുന്നതുകൊണ്ടും അതിന് ഉത്തരം പറയേണ്ടത് അവരാണ്. എന്നാലും ഞാൻ പറയാണ്, അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മാത്രം അല്ലാതെ തന്നെയുള്ള മനസ്സിലുള്ള ഒരു പുറത്ത് ചാടലും കൂടിയുണ്ട് അതിൽ. ഇനി ഇതേ ചോദ്യം ഏതാണ്ട് ഞാൻ ഇവിടുത്തെ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായ ഡോക്ടർ മിത്ര സുരേഷിനോട് ചോദിക്കുകയാണ്. അപ്പം മിത്ര വേറൊരു രണ്ടാമത്തെ ഡോക്ടറാണ് ഈ കൂട്ടത്തിലുള്ളത്. അപ്പോൾ മിത്ര എങ്ങനെയാണ് ഒരു യാത്രക്കാരിയായത്? ഒറ്റയ്ക്കുള്ള യാത്ര എന്നൊക്കെ ഉള്ളതിലേക്ക് എങ്ങനെ കടന്നു? ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ യാത്രയുടെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യൻ ഒരു ദേശീയ ഡ്രൈവ് എന്ന് പറയുന്ന ആ പുസ്തകമൊക്കെ അന്ന് ചെറിയ മകനുമായിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോകുന്നു. അതൊരു കേരളത്തിൽ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ അതിനെപ്പറ്റി അത് ചെയ്ത് എഴുതിയ ഒരാളാണ്. മിത്രയ്ക്ക് ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലും യാത്ര എൻ്റെ സ്വപ്നങ്ങളിലുള്ളതല്ലായിരുന്നു. ഇപ്പം ഹരി സാറ് പറഞ്ഞ പോലെ സാർ കുഞ്ഞിലെ യാത്ര ചെയ്തു. എനിക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലെങ്കിലും യാത്ര ഒരിക്കലും സ്വപ്നങ്ങളുടെ ഭാഗമായിരുന്നില്ല. യാത്ര ചെയ്യാൻ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. ഇതിനോടകം തന്നെ അദ്ദേഹം ഒരു 40 രാജ്യങ്ങളിലോളം പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോഴും ഞാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടെ ഉള്ളതൊക്കെ കണ്ടാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു. എന്നും ഒരിക്കൽ ഒരു യാത്ര പോകണമെന്ന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അപ്പോൾ തിരഞ്ഞെടുത്തത് ഭൂട്ടാനായിരുന്നു. ആ ഭൂട്ടാനിൽ പോകാൻ കൂടെ ആളില്ലാതെ വന്നപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര ആരംഭിക്കുന്നത്. കാരണം ആ ഒറ്റയ്ക്കുള്ള യാത്രയിലാണ് ഞാൻ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലാ രീതിയിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും നല്ല സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷേ എങ്കിലും നമുക്ക് എന്തൊക്കെയോ ഒരു കെട്ടുപാടുകളിൽ നമ്മൾ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് പൊട്ടിച്ചെറിയാൻ പറ്റിയത് ആ ഒറ്റയ്ക്കുള്ള യാത്രയിലായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവരിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ എടുക്കുന്നു, ഒരുപാട് നന്മയുള്ള കുറേ മനുഷ്യരെ നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നു കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാടുകൾ എനിക്ക് ഉണ്ടാകുന്നു, പിന്നെ അറിവുകൾക്കപ്പുറം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ എനിക്കൊരു സംശോധനമായിരുന്നു ആ യാത്ര. പിന്നീടുള്ള ഒരു 4 വർഷം എന്ന് പറഞ്ഞത് വഴികൾ തന്നെയാണ് എന്നെ നയിച്ചിരിക്കുന്നത്. കാരണം പിന്നെ എപ്പോഴും യാത്ര ചെയ്യണം, അല്ലെങ്കിൽ മനുഷ്യരെ കാണണം, ലോകത്തുള്ള നന്മ കാണണം. അതായത് നമ്മൾ കാണുന്ന ഈ ഒരു ചുറ്റുപാട് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ് പിന്നീട് യാത്രകളിലോട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ സാഹിത്യത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഇല്ല. പക്ഷെ കണ്ട കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. ഒരുപാട് സഹായം കിട്ടുന്ന രീതിയിലാണെങ്കിലും പല കാര്യങ്ങളും, അതായത് ഒരു സാധാരണ ഒരു യാത്രക്കാരിക്ക് കിട്ടുന്നതിലപ്പുറത്തേക്ക് പല കാര്യങ്ങളിലും പങ്കെടുക്കാനും പലതും കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതെൻ്റെ ഉത്തരവാദിത്വമാണ് അത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ യാത്ര എഴുത്തിനെ കാണുന്നത്. അങ്ങനെയാണ് യാത്ര എഴുത്തിലോട്ടും വന്നു ചേർന്നത്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് വിവരസാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ എനിക്ക് ഐസ്ലാൻഡ് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് എനിക്ക് ഐസ്ലാൻഡ് കണ്ടുവരാൻ പറ്റും. കാരണം അത്രയധികം വീഡിയോസ് അവൈലബിൾ ആണ്, ഫോട്ടോസ് അവൈലബിൾ ആണ്. ഈവൻ ഗൂഗിൾ നമ്മുടെ സ്ട്രീറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ട്രീറ്റിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും, ഓരോ വീട് പോലും നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ കാണാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമാണ്. കാരണം ഒരു യാത്രയിൽ നമ്മൾ പോകുമ്പോൾ, മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ, അവരുടെ സംസ്കാരം മനസ്സിലാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പലപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് യാത്ര ചെയ്താൽ അത് കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു യാത്രാ സാഹിത്യത്തിൽ അല്ലെങ്കിൽ യാത്ര എഴുത്തിലൂടെ ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പലരും അങ്ങനെ തന്നെയാണ്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ വായനക്കാർ ഉള്ളതെന്നും തോന്നാറുണ്ട്. വെറും ഒരു യാത്രാ വിവരണത്തിൽ നിന്നും മാറി യാത്രാ സാഹിത്യം മനുഷ്യരിലേക്കുള്ള ഒരു യാത്രയാണ് വായനക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നാണ് ഈ ഇതിൽ തോന്നിയിട്ടുള്ളത്. മിത്ര, അപ്പോൾ ഒറ്റയ്ക്ക് ഒരു വനിത യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്യാറുണ്ടല്ലോ, അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും ചെയ്യാവുന്ന, ഇപ്പം നമ്മൾ ഈ വിദേശ വനിതകളൊക്കെ ഇതിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നമുക്കായിരുന്നല്ലോ ഒരു മടി ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് മിത്ര അതിനെ ഓവർകം ചെയ്തത്? അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള ഒരു അതിൽ നിന്ന് അതിനെ അതിജീവിക്കാൻ പറ്റിയത്? ഒരുപക്ഷെ എന്നെ വളർത്തിയ സാഹചര്യമായിരിക്കാം. എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും ഞാനും സഹോദരനുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെൺകുട്ടി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാത്തതായിട്ട് ഒന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷനെ ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പലതും ഉണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുതന്നെയാണ് എൻ്റെ യാത്രകളിലും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഒരു ദേശീയ ഡ്രൈവിൻ്റെ കാര്യം എടുത്താൽ തന്നെ ആ ഓൾ ഇന്ത്യ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ എൻ്റെ ആകെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും കൊച്ചി വരെയുള്ള ഒരു 65 കിലോമീറ്റർ മാത്രമായിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ഏറ്റവും ദീർഘദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആ ഒരു ഇന്ത്യ മൊത്തം ഒരു 17,000 കിലോമീറ്റർ പോകാൻ സാധിച്ചെങ്കിൽ ഏതൊരു സ്ത്രീക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അല്ലാതെ എനിക്ക് എന്നുള്ളതല്ല. നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം കോവിഡിൻ്റെ 2ാം തരംഗം ഞാൻ നോർത്ത് ഈസ്റ്റിൽ എത്തിയപ്പോഴായിരുന്നു ഉണ്ടായത്. അപ്പം പലരും എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യണം, കാരണം ഒരു സ്വപ്ന യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ തിരികെ വരില്ല എന്നുള്ള വാശിയിൽ ഞാൻ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്ത്രീക്കും പറ്റുന്നൊരു കാര്യമാണ്. സ്ത്രീക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. മുസഫർ, മരുഭൂമികളെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് മുസഫറിൻ്റെ ഏറ്റവും പേരുകേട്ട പുസ്തകങ്ങൾ. മരുഭൂമിയിലെ ജീവിതവും മരുഭൂമികളും, മലയാളികളുടെ ജീവിതവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും ഒക്കെ ചേർത്ത് മുസഫർ 2 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും മരുഭൂമികളെപ്പറ്റി എഴുതിയിട്ടുള്ളത്, അല്ലേ? അതിൽ ആ 2 പുസ്തകങ്ങളും കൂടെ ചേർത്ത് ഇപ്പോൾ
അതിനെ വിവർത്തനം ചെയ്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു യാത്രാ വിവരണം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പോലെ പ്രശസ്തമായ ഒരു പ്രസാധന സ്ഥാപനം. അപ്പോൾ എനിക്ക് മുസഫറിനോട് ചോദിക്കാനുള്ളത് ഇതാണ്, ഈ മരുഭൂമിയിലെ ജീവിതത്തെ അല്ലെങ്കിൽ അവിടുത്തെ എന്തായിരിക്കാം നമ്മുടെ ജീവിതങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റിയായിട്ടുള്ളൊരു വ്യത്യാസം എന്തായിരിക്കും മുസഫറെ, മരുഭൂമി ജീവിതത്തെ പറ്റിയുള്ള? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സെക്രട്ടറി സാർ ചോദിച്ച കാര്യത്തോട് പെട്ടെന്ന് പറയാനുള്ള ഉത്തരം എന്താണ് മരുഭൂമിയിലെ വ്യത്യാസം, നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരുഭൂമിയിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അതായത് അതിന് ഉത്തരം ഇത് മാത്രമാണ്, വെള്ളം ഇല്ല അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥലം. ഏറെക്കുറെ വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ നനവുകളോ ചെറിയ തോതിലുള്ള ജലാവരണങ്ങളോ കാണാം. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോലെ ഒരു സ്ഥലം വെള്ളമില്ലാതെ ആകുന്നതിൻ്റെ ഈ രണ്ട് കോൺട്രഡിക്ഷൻസ് ആണ് വാസ്തവത്തിൽ ആ യാത്രകളിൽ എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. നിറയെ വെള്ളമുള്ള, നിറയെ നദികളുള്ള, ജലാശയങ്ങളുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇതൊട്ടുമില്ലാതെ ഈ സ്ഥലങ്ങളിൽ പോകും. അവർ ജോലി കിട്ടി അവിടെ പോയതുകൊണ്ടാണ് ഞാൻ മരുഭൂമി ട്രെയിൽ ചെയ്യാൻ തുടങ്ങിയത്, മരുഭൂമി ക്രോസ് ചെയ്യുക എന്ന കാര്യം. വെള്ളത്തിൻ്റെ കുറവാണ്. അപ്പോൾ ഈ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് ജീവൻ എങ്ങനെ അതിജീവിക്കുന്നു? അത് മനുഷ്യൻ്റെ ജീവനാകാം, ജീവികളുടെ ജീവനാകാം. ഗാഫ് മരങ്ങൾ, മരുഭൂമിയിലുള്ള മരങ്ങൾ അടിഞ്ഞ് വർഷങ്ങളായിട്ട് മഴ കിട്ടാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ഗാഫ് പോലെയുള്ള വൃക്ഷങ്ങളിലേക്ക് ഒരു തുള്ളി മഴ വീഴുമ്പോൾ അവയിലേക്ക് ജീവൻ തിരിച്ചു വരുന്നതിൻ്റെ ഒരു അത്ഭുതകരമായ പ്രതിഭാസമായിട്ടാണ് ഞാൻ ഈ മരുഭൂമിയിൽ പോയിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ ഈ സമയപരിധിക്കുള്ളിൽ പറയാനുണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, സ്വന്തം ഒറ്റയ്ക്ക്. യൗവനത്തിലൊക്കെ ധാരാളം നമ്മൾ കള്ളവണ്ടി എന്ന് പറയുന്ന സാധനം, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അങ്ങനെ ആ വണ്ടികളെ വിളിക്കാൻ പാടില്ല, വളരെ നല്ല വണ്ടികൾ, സത്യവണ്ടികളെ എന്തിനാണ് കള്ളവണ്ടി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് ടിക്കറ്റ്ലെസ് ആയിട്ട് ഇന്ത്യയിൽ വൈഡായിട്ടൊരു ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു കാലം എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ഗുജറാത്തിൽ ട്രാവൽ ചെയ്യുകയും ഞാൻ സോംനാഥ് ടെമ്പിളിൽ പോവുകയും സോംനാഥ് ടെമ്പിളിൽ അദ്വാനിയുടെ രഥയാത്രയുടെ തീർത്ഥ കലശം അന്നാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പം ഇങ്ങനെ വളരെ ഫിയർലെസ് ആയിട്ടുള്ളൊരു ട്രാവലറായി പതുക്കെ എമർജ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം യാത്ര നമുക്ക് എപ്പോഴും ഭയരഹിതമായൊരു ജീവിതം തരുന്നുണ്ട് പല നിലയ്ക്കും. അന്ന് പൊളിഞ്ഞ അമ്പലങ്ങളിൽ, ഉപേക്ഷിക്കപ്പെട്ട ദർഗകളിൽ ഒക്കെയാണ് രാത്രി താമസിച്ചത്. അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ ഫിയർലെസ് ആയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയോട് കൂടി ഫിയർലെസ്സായി ട്രാവൽ ചെയ്യാൻ എനിക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ബോംബെ പോലെയുള്ള മഹാനഗരങ്ങളിൽ ID കാർഡ് നോക്കിയിട്ട് ആദ്യം റൂമുണ്ടെന്ന് പറയുകയും ID കാർഡ് നോക്കിയിട്ട് നിങ്ങൾക്കിവിടെ റൂമില്ല എന്ന് പറയുകയും ചെയ്തു. ബോംബെ അത് വലിയ തോതിൽ ഹിന്ദുത്വവാദം, ദേശീയ അത്തരം വാദങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ബോംബെ അങ്ങനെ പെരുമാറിയിരുന്നില്ല. ബോംബെ മാത്രമല്ല, ഇന്ന് ഏത് നഗരവും അങ്ങനെ ആകുന്ന ഒരവസ്ഥ. സത്യത്തിൽ ഇന്ന് ഒരു മലപ്പുറത്തുകാരനായ ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇന്ത്യയിൽ എനിക്ക് പഴയതുപോലെ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ഭയം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് തിരിച്ചു വന്ന ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഭയം ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏത് സ്ഥലത്തും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ, പ്രത്യേകിച്ചും ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു മലപ്പുറത്തുകാരനായ മാപ്പിളയുടെ ഇന്ത്യൻ സഞ്ചാരം എങ്ങനെ ആയിരിക്കുമെന്നതിനെക്കുറിച്ച് വളരെ ഭയത്തോടെ ആണ്. അതായത് എൻ്റെ ഇത്രയും കാലം കൊണ്ട് ഞാൻ പൂർണ്ണമായും കുടഞ്ഞു കളഞ്ഞ ഭയത്തിൻ്റെ വലിയ ഒരു ആകാരം എന്നിലേക്ക് തിരിച്ചു വരുന്നത് പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ആ ഭയം എൻ്റെ യാത്രകളെ ബാധിക്കുമോ എന്ന് മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഇനി ഇത് തോന്നി തുടങ്ങുമോ എന്ന കാര്യമാണ് ഞാൻ ഭയപ്പെടുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് ഇതുവരെയും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ധാരാളം
ബ്ലോഗുകൾ, ട്രാവൽ വ്ളോഗുകൾ ഇങ്ങനെയുള്ള സംഗതികൾ വരുന്നു, വിഷ്വൽ വരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ എഴുതുന്നത് ആരെങ്കിലും വായിക്കുമോ? നിങ്ങളുടെ ഈ യാത്രാ സാഹിത്യം എന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടില്ലേ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അതിന് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഗ്രീസിൽ യാത്ര ചെയ്യുകയും അപ്പോൾ സ്വാഭാവികമായിട്ടും കസൻസാക്കീസിൻ്റെ ക്രീറ്റ് കാണാൻ പോകുന്നു. ഇല്ല, ഗ്രീസിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അപ്പം നമുക്കിപ്പം ഈ ഹോട്ടൽ തരാതിരിക്കുന്നതിന് ഇപ്പം മറികടക്കാൻ കഴിയുന്നത് ഓൺലൈൻ ബുക്കിംഗ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഓൺലൈൻ ബുക്ക് ചെയ്ത ഒരാൾക്ക് റൂം കൊടുക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഒരു ഫിൽട്ടർ ചിലപ്പോൾ ടെക്നോളജി കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. ആളുടെ ജാതിയും മതമൊക്കെ നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് റൂം കൊടുക്കുന്ന സംവിധാനങ്ങൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം വെരി മച്ച് ഫിയർഫുൾ ഓഫ് ദാറ്റ്. കാരണം യാത്ര ചെയ്ത് ഒരു വലിയ സ്വാതന്ത്ര്യം, പേടിയില്ലാത്ത ഭയരഹിതമായൊരു ജീവിതത്തിലേക്ക് പോയിട്ട് നമ്മളിതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ക്രീറ്റിൽ ഞാൻ പോകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ക്രീറ്റിൽ ബെന്യാമിൻ യാത്ര ചെയ്തിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. മാതൃഭൂമിയുടെ കവർ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ള ലേഖനമാണ്. അപ്പോൾ അദ്ദേഹം കസൻസാക്കിസിനെയാണ് അവിടെ കാണുന്നത്. കസൻസാക്കിസിൻ്റെ അടക്കിയ സ്ഥലം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന വീട്, അങ്ങനെയുള്ള മ്യൂസിയങ്ങൾ, കസൻസാക്കിസ് മ്യൂസിയങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. കസൻസാക്കിസിനെ കുറിച്ച് നമ്മളിവിടെ എഴുതിയിട്ടുള്ളതും വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു കസൻസാക്കിസിനെ കുറിച്ചാണ്. ഇതൊന്നും അല്ലാത്തൊരു കസൻസാക്കിസിനെ കാണാനും ഇതിലെല്ലാം അത്ഭുതപ്പെടുത്തി. പൊതുവെ യൂറോപ്പിൽ കാണാൻ കഴിയാത്ത ഗാന്ധിയുടെ പ്രസൻസ് ക്രീറ്റിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ആണ്. അപ്പം 2 ട്രാവലേഴ്സ് ഒരേ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുവരുന്നത് 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ട്രാവൽ ചെയ്യുകയും അവരതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. വിഷ്വലോ എന്ത് തന്നെ ഉണ്ടായാലും അതിനെ മറികടക്കുന്ന ഒരു കാര്യം എഴുത്ത് എന്ന് പറയുന്ന. അതുകൊണ്ട് യാത്രാ എഴുത്ത് അതിൻ്റെ രൂപങ്ങളൊക്കെ മാറാം, പക്ഷേ യാത്രാ എഴുത്ത് ഈ പറയുന്ന തരത്തിൽ അതൊരു വീഡിയോ റൈറ്റിംഗ് പോലും ആകാം. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാമെന്നല്ലാതെ യാത്രാ എഴുത്ത് സമ്പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. മൂന്നാമതൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിവിടെ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ കാണാനും യാത്ര ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകളാണ് ഈ പാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ സമീപകാലത്ത് വളരെ ശ്രദ്ധാപൂർവം നോക്കുന്ന കുറച്ച് യാത്രികരുണ്ട്. അതിൽ ഒരു യാത്രികർ എന്ന് പറയുന്നത് കാഴ്ച പരിമിതരായ യാത്രികരാണ്. അവരുടെ ജീവിതയാത്രയാണത്. അപ്പോൾ അവരിൽ ആളുകൾ കേരളത്തിൽ നിന്ന് കാട്ട്പാടിയിലേക്ക് പോകും. കാട്ട്പാടിയിലേക്ക് പോകുന്നത് അവരുടെ ഈ വൈറ്റ് കെയിൻ വടിക്ക് വേണ്ടിയിട്ട്. ഈ വടി ഏറ്റവും നല്ല, അവർ കുത്തി നടക്കുന്ന വടിയുണ്ടല്ലോ, അവർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് അവരുപയോഗിക്കുന്ന വൈറ്റ് കെയിൻ നല്ല ക്വാളിറ്റിയുള്ള, അതോടൊപ്പം അവർക്ക് സബ്സിഡിയോട് കൂടി കിട്ടുന്ന ഒരു സ്ഥലമാണ് കാട്ട്പാടി. അപ്പോൾ ഈ കാട്ട്പാടിയിലേക്ക് പോകുന്ന കാഴ്ച പരിമിതരുടെ യാത്രാ അനുഭവങ്ങൾ എന്താണ്? നമ്മളാരും ഇത് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ചില ബ്ലോഗുകളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പം അവർ കാണുന്നുണ്ട്. ഞാനിത് പറയാൻ കാര്യം, ഒരു കോളേജിൽ ഒരു യാത്രാ സെഷനിൽ കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടി, ഞാനിങ്ങനെ യാത്രകൾ ചെയ്യുന്ന ആളാണ്, ഞാനിത് എഴുതിയൊരു പുസ്തകമാക്കിയാൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുമോ എന്ന് ഒരു പബ്ലിഷറോട് ചോദിച്ചപ്പോൾ, നിങ്ങളൊക്കെ എന്താണ് കാണുന്നത്, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാണാൻ കഴിയും, അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞ ആ നിമിഷം മുതലാണ് എങ്ങനെയാണ് കാഴ്ച പരിമിതർ യാത്ര നടത്തുന്നത്. നമ്മളിപ്പം എല്ലാത്തരം ആരോഗ്യത്തോടു കൂടിയുള്ള ആളുകളുടെ യാത്രകളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ യാത്രകൾ എന്തായിരിക്കും? നമ്മൾ സ്ത്രീകളുടെ യാത്രകളെക്കുറിച്ച് ഇവിടെ പറയുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഇങ്ങനെ യാത്രയുടെ തന്നെ പുതിയ തലങ്ങളെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ വളരെ ഈഗർലി വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാഴ്ച പരിമിതി ഉള്ള ഒരാളുടെ യാത്രാ കുറിപ്പ് മലയാളത്തിൽ വരുമ്പോൾ അതെങ്ങനെ നാം സ്വീകരിക്കും, അതിലേക്ക് നാം എങ്ങനെ നോക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട. അപ്പം ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കമ്മ്യൂണിറ്റീസിൻ്റെ യാത്രാ അനുഭവങ്ങളായിരിക്കും മലയാളത്തിലെ തന്നെ യാത്രാ വിവരണ സാഹിത്യത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും സാധ്യത ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു പോയിൻ്റാണ് മുസഫർ ഉന്നയിച്ചത്. അപ്പോൾ അത് ഒരുപക്ഷെ അത് ഇനി ഉണ്ടായി വരും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ട്രാൻസ്ജെൻഡേഴ്സും കാഴ്ച വൈകല്യമുള്ളവരും ഒക്കെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാനിനി ബീനയോട് ചോദിക്കുകയാണ്, കെ.എ. ബീനയോട്. ബീന യാത്രാപുസ്തകങ്ങൾ 4 യാത്രാപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്.
ബീനയുടെ അനുഭവങ്ങൾ വീണ്ടും ഞാനിത് കാറ്റഗറൈസ് ചെയ്യുന്നത് ക്ഷമിക്കണം, പക്ഷേ ഈ ഒരു വനിതകളുടെ യാത്ര ഇന്നും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രത്യേക കാര്യമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നും അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതേ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ ബീനയുടെ ഒരു വനിത എന്നുള്ള നിലയ്ക്കുള്ള അനുഭവമാണ് ചോദിക്കുന്നത്. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എൻ്റെ യാത്ര എന്ന് പറയുന്നത് 47-48 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഒരു സ്കൂൾ കുട്ടിയായിരിക്കും, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി യാത്ര ചെയ്യുന്നതും പുസ്തകം എഴുതുന്നതും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മുസാഫറിന് പറഞ്ഞ ഒരു മറുപടിയായി പറയാമെന്ന് വിചാരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയ ബീന കണ്ട റഷ്യ ഇപ്പം 45 വർഷത്തോളം ആകുന്നു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ ഒരു എഡിഷൻ വന്നു എന്ന് പറയുമ്പം അപ്പോൾ യാത്രാ വിവരണ ഈ 45 വർഷങ്ങളിൽ ബീന കണ്ട റഷ്യ അപ്പം ഏതാണ്ട് എല്ലാ വർഷവും തന്നെ അതിൻ്റെ എഡിഷൻ വരുന്നു എന്നുള്ളത് യാത്രാ സാഹിത്യം എത്ര എല്ലാം വ്ളോഗ് പോയാലും വീഡിയോ പോയാലും പുസ്തകങ്ങൾ ഇപ്പോഴും ആളുകൾ വായിക്കുന്നു എന്നുള്ള അല്ലെ പുതിയ തലമുറ വായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ഒരു സംഘത്തിൽപ്പെട്ടിട്ടാണ് ഞാൻ സോവിയറ്റ് യൂണിയനിൽ എത്തുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള കാലത്ത് ആ യാത്ര തന്ന എൻ്റെ അച്ഛൻ ഒരു യാത്രികനായിരുന്നു. യാത്രികൻ എന്ന് പറഞ്ഞാൽ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ലോകം മുഴുവൻ കാണുകയും കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛൻ്റെ കത്തുകളിലൂടെ ലോകം കണ്ട ഒരാളാണ് ഞാൻ. ലോകത്തിൻ്റെ മിക്കവാറും രാജ്യങ്ങളിൽ അച്ഛൻ പോയിട്ട് എഴുതിയ കത്തുകൾ വായിച്ചാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെയാകാം കുട്ടിക്കാലം മുതൽ തന്നെ യാത്ര അത് ഏറ്റവും അടുത്ത ജംഗ്ഷനിലേക്കാണെങ്കിലും മറ്റൊരു സ്ഥലത്തേക്കാണെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു 45 വർഷം മുമ്പുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് യാത്ര ചെയ്യേണ്ട ഒരു കാര്യം സ്ത്രീക്ക് ഉണ്ട് എന്ന് നമ്മുടെ സമൂഹം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാലമായിരുന്നു. അഥവാ യാത്ര പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ മലയാളത്തിലെ യാത്രാവിവരണം വരുന്ന തരവത്തമ്മാളും അമ്മ യാത്ര ചെയ്തതുപോലെ കാശിയിൽ പോയി ഒരു യാത്ര എഴുതുക, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, അത് സ്ത്രീകളുടെ യാത്രകൾ എന്ന് പറയുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളായി മാത്രം കരുതിയിരുന്ന ഒരു കാലത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലേക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ പണ്ടും നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു യാത്രാകാലത്താണ് ഞാൻ യാത്ര ചെയ്തത്. നമുക്കറിയാം, ഇന്നിപ്പോൾ നേരത്തെ സക്രിയ സാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണമെന്ന് വിചാരിച്ചു. അതായത് എന്തുകൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ വളർച്ചയാണ്. ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല, ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല, ഹോട്ടലിൻ്റെ ഇത് നമുക്ക് റിവ്യൂ ചെയ്തിട്ട് അത് സേഫ് ആണോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീക്കും പുരുഷനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾക്കൊരു അപകടം നേരിട്ടാൽ വേഗം വന്നൊരു നമ്മുടെ കാറ് നന്നാക്കാനായിട്ടൊരു ഫോൺ കോൾ മതി. ഇപ്പം ഈ മൊബൈൽ ഫോണിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് സ്ത്രീയും പുരുഷനും എന്നുള്ള യാത്രയുടെ പരിമിതികൾ അല്ലെങ്കിൽ പരിധികളെല്ലാം തന്നെ മാറിയെന്ന് തോന്നുന്നു. പണ്ടത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിൽ പോയി മണിക്കൂറുകൾ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഹോട്ടലിൽ ചെന്നാൽ ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 35 വർഷത്തോളമാകുന്നു ഞാൻ എൻ്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യേണ്ട ഒരു ജോലിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ കാലത്തുള്ളൊരു വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ ഒരു ഹോട്ടലിൽ കയറി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചായ കുടിക്കുക എന്ന് പറയുന്നത് പോലും സാധ്യമല്ലായിരുന്നു. ഹോട്ടലിൽ ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് താമസിക്കുക എന്ന് പറയുന്ന പോലും കേരളത്തിൽ ഷോക്കായിരുന്നു. ഇങ്ങനെ തികച്ചും ഒരു സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീക്കൊരു സൗഹൃദപരമല്ലാത്ത ഒരു കേരളമായിരുന്നു നിലനിന്നിരുന്നത്. അവിടെ നിന്ന് ഇന്നിപ്പോൾ നമ്മൾക്കൊന്നും അത്തരം സ്ത്രീയാണോ പുരുഷനാണോ യാത്ര ചെയ്യുന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഇത് ചർച്ച ചെയ്ത സ്വാതന്ത്ര്യം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കാണുമ്പോൾ സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ അത് ഏറ്റവും വലിയൊരു പ്രതിഭാസം തന്നെയാണ്. എന്ന് വെച്ചാൽ സ്ത്രീ യാത്രകൾ അത് വളരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഫേസ്ബുക്കിലേക്ക് വളരെ ചില ഗ്രൂപ്പുകൾ, വാട്സാപ്പ് വഴിയുള്ള സ്ത്രീ യാത്രാ ഗ്രൂപ്പുകൾ അത് പരിശോധിക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള അവരുടെ ഫോട്ടോകൾ കാണുമ്പം വളരെ സന്തോഷം തോന്നി. ഞാൻ പലപ്പോഴും ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു കാലം കേരളത്തിൽ വരുമെന്ന്. ഇപ്പം കാണുന്നത് രാത്രിയും പകലുമെന്നില്ലാതെ കാശ്മീരോ കന്യാകുമാരിയോ എന്നില്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്കും
ഗ്രൂപ്പായി യാത്ര ചെയ്യുന്നു. ആ ഗ്രൂപ്പ് യാത്രകളുടെ ഇപ്പോൾ ഇവരെല്ലാം തന്നെ എഴുതുന്ന, ഞങ്ങൾക്ക് മുന്നേ പോയ തലമുറ പുരുഷന്മാരുടെ യാത്രകളെക്കുറിച്ചും അവരുടെ കൂടിച്ചേരികളെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഒരു അസൂയയോടുകൂടിയായിരുന്നു ഇവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് എന്തു പറയുന്ന. ഇപ്പം നോക്കുമ്പോൾ അത് പല ഫോട്ടോകളിലും ഗ്രൂപ്പ് ആയിട്ട് സ്ത്രീകൾ പോയിട്ട് വരുന്ന ഫോട്ടോ കാണുമ്പോൾ ഒരേ സാരി ഉടുത്ത് മഞ്ഞിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ, ഒരേപോലത്തെ ട്രെക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് മല കയറുന്ന സ്ത്രീകൾ, ആ ഒരു സന്തോഷം. അവർ റീൽസ് ഇടുന്നു, അവർ നൃത്തം ചെയ്യുന്നു, പുറത്ത് സ്ഥലങ്ങളിൽ പോയിട്ട്, പുറം രാജ്യങ്ങളിൽ പോയിട്ട്, ആകപ്പാട് ഒരു ഉത്സവ മേളമാണ് ശരിക്കും സ്ത്രീ യാത്രകളിൽ ഇപ്പോൾ കാണുന്നത്. ഇത് വളരെയേറെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, ഒരു ആന്തരികമായ ഒരു ലിബറേഷനെയൊക്കെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ കൂടെയൊക്കെ പഠിച്ച സ്ത്രീകളൊക്കെ അന്നൊന്നും എന്നോട് പറയുമായിരുന്നു, നീ എന്ത് ഭാഗ്യവതിയാണ്, നീ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പം ഓരോ മാസവും അവർ ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവരുടെ ഉള്ളിലുള്ള അവരെ കണ്ടെത്തുകയും ചെയ്യുകയാണ്. നമുക്കറിയാം വളരെ അടുത്ത് വരെ ഇപ്പോഴും നമ്മുടെ സമയമായി ഇപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്ത്രീകളുടെ പുറം ലോക സ്ത്രീക്ക് ഇനിയും നമ്മൾ പൂർണ്ണമായി പതിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിട്ട് ഞാൻ എടുക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഒരു വനിതയോടും കൂടി സംസാരിച്ചിട്ട് നമുക്ക് പത്രപ്രവർത്തകനായ KR അജയനിലേക്ക് കടക്കാം. നന്ദിനിയുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ബസ്തറിലെ ആംചോ ബസ്തർ എന്ന് പറയുന്ന ബസ്തറിലെ ട്രൈബൽസിൻ്റെയും അവരുടെ കൂടെയുള്ള യാത്രയാണ്. അതിനെപ്പറ്റി നന്ദിനി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായി. അതൊരു ഒറ്റയ്ക്കാണോ പോയത്, നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് പോയെന്ന് തോന്നില്ലേ? അത് പറയാം. യാത്രകൾ എന്നും ഒറ്റയ്ക്കാണ്. കാരണം അതെൻ്റെ ഒരു സ്വഭാവമാണ് യാത്ര ചെയ്യാന്നുള്ളതേ. അല്ലാതെ അത് എൻ്റെ ഒരു വിനോദം, താല്പര്യം, ഇഷ്ടം എന്നുള്ളതിലെല്ലാം കവിഞ്ഞ് സ്വഭാവമായതുകൊണ്ട് മറ്റുള്ളവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. മറ്റുള്ളവരെ കൂടെ കൂട്ടുന്നത് എനിക്ക് വളരെ സൗകര്യപ്രദമായി തോന്നണമെന്നുമില്ല. എൻ്റെ യാത്രകൾ എന്നും ഒറ്റയ്ക്കാണ്. ഈ പ്രവാസ ജീവിതം ഒരു 30 വർഷമായിട്ടുള്ള പ്രവാസ ജീവിതമായതുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർ, കുറേ വായനക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേർ ഒന്നിച്ച് കുറേ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാറുണ്ട്. എൻ്റെ സൗകര്യത്തിനനുസരിച്ച് പോകുന്നതിന് മുമ്പായിട്ട് കുറേ വായന സദസ്സുകൾ, പുസ്തക റിവ്യൂവിൻ്റെ ചില കൂട്ടായ്മകൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇത് കേവലം ഒരു യാത്രാ പുസ്തകമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല കേട്ടോ, ഇത് നോവൽ കഥ എന്നൊക്കെ പറയുന്നത് പോലുള്ള സാഹിത്യഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. എനിക്കിന്ന് വരെ മനസ്സിലായിട്ടില്ല ഈ കേവലം യാത്രാപുസ്തകം എന്ന് പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ചെയ്യുന്നത് യാത്രികൻ? അയാളുടെ യാത്രാനുഭൂതികൾ, യാത്രാനുഭവങ്ങൾ വേറൊരു മനുഷ്യനിലേക്ക്, അപരിചിതനായ ഏതോ ഒരു മനുഷ്യനിലേക്ക് അക്ഷരങ്ങളിലൂടെ പകർന്നു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഫിക്ഷൻ എഴുതുന്ന എഴുത്തുകാരൻ എന്താണ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. എന്നാൽ യാത്രാ എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ, യാത്രാ അനുഭവ എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ കുറേ കൂടെ പ്രത്യേകതകളും പ്രസക്തിയും പ്രാധാന്യവും വ്യത്യാസവും അതിനുണ്ട് എന്നുകൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഭൂഗോളത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒരിക്കലും ഇല്ലാത്ത ഒരിടത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ സംസ്കൃതിയെക്കുറിച്ചോ അല്ല അയാൾ എഴുതുന്നത്. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. 2 പേർക്കിടയിലുള്ള വ്യവഹാരമാണ്, 2 പേർക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലാണ് ഫിക്ഷൻ. എഴുത്തും വായിക്കലും, അത് വായിക്കലും എങ്കിൽ എഴുത്തുകാരനും വായനക്കാരനും 2 പേർക്കിടയിലുള്ള ചില ഇടപാടുകളെങ്കിൽ ഒരു യാത്രക്കാരൻ യാത്രാ അനുഭവം എഴുതാൻ മഷി ഒരുക്കുന്ന നിമിഷം മുതൽ ഒരു വലിയ ആൾക്കൂട്ടമാണ്, ഒരു വലിയ ജനതയാണ്, ഒരു നാടാണ്, ഒരു വലിയ ഭൂഭാഗമാണ് അയാൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അത് വായിക്കുന്ന വായനക്കാരനിലേക്ക് അയാൾ ഏകനായിരിക്കാം, അയാൾ വായിക്കുന്ന വായനക്കാരനിലേക്ക് വലിയൊരു സംഘമായാണ് മനുഷ്യരെത്തുന്നത്. അതൊരു വലിയ പ്രവാഹമായിട്ടാണ് എത്തുന്നത്. ഇതിൽ ഈ യാത്ര എഴുതുന്ന മനുഷ്യൻ്റെ ഒത്തുതീർപ്പുകളോ ന്യായീകരണങ്ങളോ മുൻവിധികളോ മുൻ പരിചയങ്ങളോ ഒന്നും തന്നെ ഇതിനെ, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തലുകളോ ഭാവനകളോ ആലങ്കാരികം കാൽപ്പനികതകളോ ഒന്നും തന്നെ ഒട്ടും പ്രസക്തമാവുന്നില്ല എന്നതാണ്. എന്നിട്ടും അതിതീവ്രമായി വേറൊരാൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണത്
കേവലം യാത്രാ പുസ്തകമായി മാറുന്നത് എന്ന് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ രണ്ടു പേർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര 2 യാത്രകളായി പോകുന്നു എന്ന് നമുക്കറിയാം. ഓരോ മനുഷ്യൻ്റെയും യാത്രകൾ ആ മനുഷ്യൻ്റെ മാത്രം യാത്രകളാണെന്നും നമുക്ക് അനുഭവത്തിൽ നിന്നറിയാം. പക്ഷേ എഴുത്ത് എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ മാത്രം സ്വകാര്യമായ വ്യക്തിപരമായ ഒരു കാര്യമല്ല. അയാൾ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സംസ്കൃതിയെ, ഒരു വലിയ ജനതയെയാണ്. അതിപ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. മുമ്പൊക്കെ 1.5 നൂറ്റാണ്ട് കൊണ്ടൊക്കെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ, ചരിത്രം ഉണ്ടായിപ്പോയിരുന്നെങ്കിൽ ഇന്നത് 1.5 പതിറ്റാണ്ടുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. പലപ്പോഴും അതിലും കുറഞ്ഞ കാലയളവിലാണ് ചരിത്രം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ആരും കാണാത്ത ഒരു പ്രകൃതിയെക്കുറിച്ച്, ആർക്കും അറിയാത്ത കുറേ മനുഷ്യരെക്കുറിച്ച്, അത്രയ്ക്ക് വലിയ പരിചയമില്ലാത്ത ഒരു സംസ്കൃതിയെക്കുറിച്ച് ഇന്ന് ഒരു യാത്രക്കാരൻ എഴുതുന്ന അയാളുടെ യാത്രാനുഭവ കുറിപ്പ് നാളെ കാണാതായ പ്രകൃതിയെക്കുറിച്ച്, ഇല്ലാതായ മനുഷ്യരെക്കുറിച്ച്, തുടച്ച് മാറ്റപ്പെട്ട സംസ്കൃതിയെക്കുറിച്ചുള്ള ചരിത്രമായി വായിക്കപ്പെട്ടേക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി മേഖലയിലൂടെ 10,000 വർഷങ്ങൾ പഴക്കം പറയുന്ന ആദിവാസി മേഖലയിലൂടെ എൻ്റെ നിരന്തരമായ ഞാനൊരു അലച്ചിൽക്കാരിയാണ്. ഞാനൊരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവളാണ്. എന്നെ യാത്രക്കാരിയെന്നോ സഞ്ചാരിയെന്നോ ഞാൻ ഒരിക്കലും പറയാറില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ നടന്ന എൻ്റെ അനുഭവങ്ങൾ എന്നെക്കൊണ്ട് ആംചോ ബസ്തർ എന്ന ഒരു യാത്രാനുഭവ പുസ്തകം എഴുതിച്ചെങ്കിൽ 2040 ഞാൻ ഭയക്കുന്നു, 2040 ഭാരതത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ബസ്തർ എന്ന ഏറ്റവും വലിയ ആദിവാസി മേഖലയെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകം എന്ന ഒരു ലേബൽ ഒട്ടിച്ച് ഹിസ്റ്ററി എന്ന ഒരു ഷെൽഫിലേക്ക് എൻ്റെ പുസ്തകത്തെ മാറ്റി സ്ഥാപിച്ചാൽ ഞാൻ ദുഃഖിക്കും, തീർച്ചയായും ഞാൻ ദുഃഖിക്കും. പക്ഷേ അത്ഭുതപ്പെടില്ല. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, അത്രയ്ക്കും എളുപ്പത്തിൽ തുടച്ചു മാറ്റാവുന്ന ചരിത്രങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒറ്റയ്ക്കുള്ള, അയാളുടെ വിനോദത്തിനോ താല്പര്യത്തിനോ എന്തിനോ ഉള്ള ഒറ്റയ്ക്കുള്ള യാത്രയും അയാൾ എഴുതുന്ന യാത്രാക്കുറിപ്പുകളും ഒരു പക്ഷേ നാളത്തെ ചരിത്രമായി ഹുയാൻ സാങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങൾ കണ്ട ചില മനുഷ്യരില്ലേ, ഇവരാരും സാമ്രാജ്യ സ്ഥാപകരോ അധിനിവേശ നായകരോ ഒന്നുമായിരുന്നില്ലല്ലോ. അവരുടെ എഴുത്തുകൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളായിട്ട് മാറിയത്? അപ്പോൾ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ചരിത്രം എഴുതാൻ ആണ് വളരെ താല്പര്യം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ചരിത്രം എഴുതുകയല്ല, എഴുതുന്നത് ചരിത്രമായി തീരുകയാണ്. വെറും കുറഞ്ഞ കാലയളവിന് അകത്ത് ഈ യാത്രികൻ സഞ്ചാരിച്ച വഴികളെല്ലാം മാഞ്ഞു പോവുകയും കണ്ട മനുഷ്യരെ കാണാതാവുകയും സംസ്കൃതി ഇല്ലാതാവുകയും ചെയ്ത് എഴുതുന്നതെല്ലാം ചരിത്രമായി തീരുന്ന ഈ കാലം തന്നെയാണ് യാത്രാസാഹിത്യം. യാത്രാസാഹിത്യം എന്ന് ഞാൻ പറയുന്നില്ല, യാത്രാ അനുഭവ എഴുത്ത്, അതിൻ്റെ വായന, യാത്ര എന്നതിന് ഏറ്റവും പ്രസക്തവും ഏറ്റവും പ്രാധാന്യവും ഏറ്റവും പ്രത്യേകതയും ഉള്ളതാക്കി തീർക്കുന്നതും അതാണ് അതിൻ്റെ സത്യവും. രണ്ടാമതൊരു അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും മിണ്ടാം. വളരെ നന്ദി നന്ദിനി. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അജയനോടാണ്. വളരെ പരിചയസമ്പന്നനായ പത്രപ്രവർത്തകനാണ്. അജയനെ ഒരു ഹിമാലയൻ യാത്രക്കാരൻ എന്ന് നമ്മൾ പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. ഹിമാലയ യാത്രകളെക്കുറിച്ച് തന്നെ 12 പുസ്തകങ്ങളാണ് അജയന് എഴുതിയിട്ടുള്ളത്. അത് ചിലതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു തീർത്ഥാടകനായിട്ടല്ല അജയൻ പോയിരിക്കുന്നത്. ഹിമാലയം കാണാനും ഹിമാലയവുമായിട്ട് പരിചയപ്പെടാനും അത് സന്തോഷത്തിനും വേണ്ടി അവിടുത്തെ മനുഷ്യരെ കാണാനുമാണ് അജയൻ പോയിരിക്കുന്നത്. ഹിമാലയ യാത്രയെ പറ്റി അജയനൊന്ന് പറയാമോ? അതിൻ്റെ അജയൻ്റെ പ്രത്യേക അനുഭവം. നമസ്കാരം. ഹിമാലയ യാത്ര
കുറിച്ചാണ് പറയാൻ ഉള്ളത്. അതിലെനിക്ക് ഞാനൊരു 17 വർഷമായി അത്യാവശ്യം ഹിമാലയ യാത്ര നടത്തുന്ന ഒരാളാണ്. സാറ് പറഞ്ഞതുപോലെ കുറേ പുസ്തകങ്ങൾ എഴുതി. പക്ഷേ എനിക്കിതിൽ ഇത്രയും ആളുകൾ സംസാരിച്ച കൂട്ടത്തിൽ പറയാതെ പോയ ഒരു പോയിൻ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. യാത്രയ്ക്ക് കൃത്യമായും ഒരു രാഷ്ട്രീയമുണ്ട്, പ്രത്യേകിച്ച് ഹിമാലയ യാത്രയ്ക്ക്. അത് കാഴ്ചയുടെ രാഷ്ട്രീയം തന്നെയാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഒരു കാഴ്ച ഒരു പ്രദേശത്തെ കാണുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ കാണുന്നത്, അത് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് രാഷ്ട്രീയം. പക്ഷേ ഞാനീ കഴിഞ്ഞ 16 വർഷത്തോളമായി ഈ കയറി ഇറങ്ങുമ്പോൾ ഞാൻ കണ്ട വേറൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ ഹിമാലയൻ സാഹിത്യം അല്ലെങ്കിൽ ഹിമാലയൻ യാത്രാ സാഹിത്യം അതിഭാവുകത്വവും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുമായ കഥകളുടെ എല്ലാം തള്ളിച്ചുകൊണ്ട് നിറഞ്ഞതാണ്. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്, കാഴ്ചക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള യാത്രകളാണ് ഞാൻ നടത്താറുള്ളത്. അത് ഓരോ സ്ഥലത്തും സാറിപ്പോൾ സൂചിപ്പിച്ചു. ഞാൻ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കില്ല എന്നല്ല, ഞാൻ ഒരു ഭക്തനല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്തി കേന്ദ്രങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക, യാത്രയുടെ ഒരു സ്വഭാവം മാത്രം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് ആ കാഴ്ചയുടെ രാഷ്ട്രീയം മാത്രം ഞാൻ പറഞ്ഞ് അതെന്താണ് എന്ന് മാത്രം ഞാൻ പറയാം. ഞങ്ങൾ ഒരിക്കൽ ഗോമുഖിലേക്ക് യാത്ര ചെയ്യായിരുന്നു. ഗംഗ ഭാഗീരഥി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഗോമുഖ്, നിങ്ങൾക്കെല്ലാം അറിയും. അവിടെ ബുർജുബാസ, ഭോജ്ബാസ എന്നൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഷെൽട്ടറുകളുണ്ട്, പോയിട്ടുള്ളവർക്ക് അറിയാം. ഭോജ്ബാസ കഴിഞ്ഞ് ഇത്തിരി നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഫാളുള്ള ഒരു ഏരിയയാണ്. എപ്പോഴും ഏത് നിമിഷവും ഇങ്ങനെ കല്ലുകൾ പാറി വരാം. അവിടെ പരന്ന ഒരു പാറയുണ്ട്, ക്ഷീണിച്ച് വരികയാണ്, ഒരു കുന്ന് കയറി ക്ഷീണിച്ച് വരികയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നു, ഞങ്ങൾ 4-5 പേരുണ്ട്. നോക്കുമ്പോൾ തൊട്ട് താഴേക്ക് ഒരു ചെറിയ ഇറക്കമാണ്, ഒരു ചെറിയ പ്രദേശം, പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയ പ്രദേശമാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് കശുവണ്ടി പരിപ്പൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. സുന്ദരി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിനിയാണ്, അർത്ഥനഗ്നയായ ഒരു സന്യാസിനി, എന്തുകൊണ്ടും നമുക്ക് നോക്കിയിരിക്കാൻ തോന്നുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീ. അവർ നേരെ മുന്നിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബംഗാളിയാണ്, സംസാരിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ അവർ വർഷങ്ങളായി ഹിമാലയത്തിലാണ്. ഞാൻ ഇവരെ തന്നെ നോക്കിയിരിക്കുക. ഒന്ന്, എൻ്റെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2, എൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ ആയിരിക്കണം. ഞാൻ ഇവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവരെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, എണീക്കിട്ട് ഓടിക്കുമെന്ന് പറയുക. നമുക്കൊന്നും പിടികിട്ടുന്നില്ല. റുക്സാക്ക് ബാക്കിയെല്ലാം തറയിൽ വെച്ചിട്ടായിരിക്കുന്നത്. കിട്ടിയ സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ താഴേക്ക്, അത്ര ഭീകരമായ അവസ്ഥയിലാണ് ഇവർ പറയുന്നത്, ഓടിക്കുന്നു. ഞങ്ങൾ താഴേക്ക് ഓടുന്നു, ഇവർ നേരെ മേളിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിരുന്ന പാറ കാണാനില്ല. ഞങ്ങളതുവരെ ഇരുന്ന കശുവണ്ടിപ്പരിപ്പ് കഴിച്ചിരുന്ന പാറ കാണാനില്ല. ഒരു വലിയ മല അല്ലെങ്കിൽ കുറേ മണ്ണ്, എത്രയോ ടൺ മണ്ണ് നേരെ താഴേക്ക് ഈ പാറയിരുന്ന സ്ഥലത്തേക്ക് വന്ന് വീഴുകയാണ്. ആ സന്യാസിനി അമ്മയുടെ ദീർഘദൃഷ്ടിയോ അല്ലെങ്കിൽ അവരുടെ ജ്ഞാനമോ അല്ലെങ്കിൽ ഈ അതീന്ദ്രിയ ജ്ഞാനമോ ഒക്കെ അല്ലേ ആ യാത്ര ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചൊരു സംഗതി ഇതാ. ഞാൻ ഈ സംഭവത്തിൻ്റെ ഒരു വശം മാത്രമാണ് പറഞ്ഞത്. സാധാരണ ഹിമാലയ യാത്ര എഴുത്തുകാർ ചെയ്യുന്നത് ഇവിടെ വച്ച് ഈ സംഗതി അവസാനിപ്പിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ അവസാനിപ്പിക്കും യാത്ര, ആ വിഷയത്തെക്കുറിച്ചുള്ള എഴുത്ത്. പക്ഷേ ഒരു പത്രബോധനായതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിലൊന്നും അത്ര വിശ്വാസമില്ലാത്ത ഒരാളായതുകൊണ്ടും ഞാനിതിനെ മനസ്സിലിങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരുന്നു. തിരികെ വരുമ്പോൾ ഒരു ദാബയുടെ മുന്നിൽ വെച്ച് ഈ സന്യാസിനി അമ്മയെ കാണുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ഭക്തന്മാർ ചെന്ന് തൊഴുത് ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നു. പക്ഷേ ഞാനെപ്പോഴും അവരെ നേരത്തെ നോക്കിയ കണ്ണുകൾ കൂടി തന്നെയാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് ഞാൻ പതുക്കെ അടുത്തെന്ന് ചോദിച്ചു, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഈ പെട്ടെന്ന് ഒരു ജ്ഞാനദൃഷ്ടി എങ്ങനെ കിട്ടി? ആ സന്യാസിനി അമ്മ, ആ സ്ത്രീ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എടാ വിഡ്ഢി, നീ നോക്കിയത് എന്നെയാണ്, ഞാൻ നോക്കിയത് ഹിമാലയത്തിനെയാണ്. നീ നോക്കിയത്, എടാ വിഡ്ഢി,
നീ നോക്കിയത് എന്നെയാണ്, ഞാൻ നോക്കിയത് ഹിമാലയത്തിനാണ്. എന്താ സംഭവം എന്നറിയോ? ഈ കോലാടുകളെ പോലെ കോലാടിൻ്റെ കൂട്ടം, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോലാടുകളാണ് ഹിമാലയത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പല പ്രദേശത്തും. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഫാളുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു കല്ല്, ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തിലെ പർവ്വതമാണ് ഹിമാലയം. തെറ്റീസ് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ ഒരു കല്ല്, ഒരു ചെറിയൊരു കല്ല് ഒന്ന് ഇളകിയാൽ ഒരുപക്ഷെ ഒരു കുന്നാകത്തന്നെ താഴേക്ക് വരും. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സന്യാസിനി നോക്കിയിരുന്ന് തൊട്ട് മുകളിലൂടെ പാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഈ കോലാട്ടിൻ്റെ കൂട്ടത്തെയാണ്. അതിലേതിലോ ഒന്നിന് കാല് തെറ്റി ഒരു കല്ല് താഴേക്ക് വീണപ്പോൾ അവർ പറഞ്ഞു എണീക്കോ ഓടിക്കോ. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ പോർഷൻ മിക്കവാറും ഹിമാലയ സാഹിത്യകാരന്മാർ എഴുതാറില്ല. ഞാൻ അവിടെയാണ് പറഞ്ഞത്. അതാണ് കാഴ്ചയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് സാധാരണ ഹിമാലയ യാത്രികർ എഴുതാറില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് കാഴ്ചയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഹിമാലയം കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ, വളരെ വളരെ സന്തോഷം. കാരണം ഹിമാലയം വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഹിമാലയത്തെപ്പറ്റി സതുദ്ദേശത്തോടെ ആയിരിക്കാം പലരും പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്ന അസംബന്ധങ്ങൾ വെച്ച് വെച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിമാലയത്തിലേക്ക് നമുക്ക് പോകാൻ പോലും തോന്നില്ല. അത്രമാത്രം യക്ഷികളും യക്ഷന്മാരും ഒക്കെ കൂടെ നമ്മളെ പിടികൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് കണ്ണ് തുറന്ന് പിടിച്ച് ഞാനും ഹിമാലയത്തിലൂടെ അജയം പോയിട്ടുള്ളിൽ കുറേയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാ എനിക്കും മനസ്സിലായിട്ടുള്ളത്. ഞാൻ യക്ഷികളെ യക്ഷന്മാരെയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല. ഇദ്ദേഹത്തിന് ഒരു സന്യാസിനിയെങ്കിലും കാണാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഞാൻ തിരിച്ച് ഡോക്ടർ ഹരികൃഷ്ണനിലേക്ക് വരികയാണ്. കുറച്ച് മിനിറ്റുകൾ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള ചരിത്രത്തെപ്പറ്റി ഡോക്ടർ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഡോക്ടർ അത് നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇത് എഴുതുമ്പം, സാഹിത്യം എഴുതുമ്പോൾ? അതിൻ്റെ തന്നെയല്ല, അതിൻ്റെ സോഴ്സ് മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ തപ്പിയെടുക്കും ഒരു രാജ്യത്തേക്ക്? ഇന്ന് വിജ്ഞാന സമ്പാദനം ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. അത് മുമ്പ് നമുക്ക് പുസ്തകങ്ങളിലൂടെയായിരുന്നെങ്കിലും ഇന്ന് എന്താ പറയുക, അപരിമേയമാണ് നമ്മുടെ അതിൻ്റെ സാധ്യതകൾ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വിജ്ഞാനം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസാനത്തെ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു ജേണൽ, ഒരു പർട്ടിക്കുലർ ഒരു സംഗതിയെക്കുറിച്ചൊരു ജേണൽ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെയും കിട്ടിയില്ല. അവസാനം അത് ഞാൻ VPN ഉപയോഗിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പോയി അവിടുത്തെ ആർക്കൈവ്സിൽ നിന്ന് പോയിട്ട് ഞാൻ എടുക്കേണ്ടി വന്നു അത് കിട്ടാൻ വേണ്ടി. അതുപോലെ ഈയിടെയും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി ഇതുപോലെ അതിനു വേണ്ടി എനിക്കൊരു പുസ്തകം, ഒരു പണ്ട് പോർഫൈരിയസ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റേറിനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആയുസ് കറക്റ്റാണ്. അത് മുരളിയേട്ടനെ കുറിച്ചാണ് പറയാൻ പോണത്. അതായത് ആ പുസ്തകം കിട്ടാൻ കേംബ്രിഡ്ജിലെ അവിടുത്തെ യൂണിവേഴ്സിറ്റി മാത്രം പ്രിൻ്റ് ഔട്ടാണ് ആ പുസ്തകം. കേംബ്രിഡ്ജിലെ അവിടെ മാത്രമുള്ള പുസ്തകം. എനിക്കുള്ള ആകെയുള്ള സോഴ്സ് മുരളിയേട്ടനാണ്. മുരളിയേട്ടനെ വിളിക്കുന്നു, എനിക്ക് പുസ്തകം സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അവിടുന്ന് എനിക്ക് മുരളിയേട്ടൻ ടി ഡി രാമകൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു, എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടുന്നു. ഇഫ് യു ആർ വില്ലിംഗ് ടു ഗോ ഫോർ ഇറ്റ് യു വിൽ ഗെറ്റ് ഫ്രം എനിവർ. അതൊരു പ്രശ്നമേ ഉള്ള കാര്യമല്ല പക്ഷേ ഇതിലൊരു വേറെ വശം എന്താ വെച്ചാൽ, എനിക്ക് തമാശയായിട്ട് പറയാവുന്നൊരു കാര്യം, ഈ ഡെബി ലെസ്ലി എന്ന് പറഞ്ഞിട്ടൊരു നിരൂപകയുണ്ട് അമേരിക്കയിൽ. അവർ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ യാത്രാ സാഹിത്യ ഗ്രന്ഥങ്ങൾ കുറേ എടുത്തിട്ട് ഒരു വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അവർ ഇത് വെച്ചിട്ട് അത് വായിച്ചിട്ട് അവസാനം ആ പഠനത്തിൻ്റെ അവസാനം അവർ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. വലിയ തമാശയാണത്. അതിൽ ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുന്നത്, ഇത്രയും വിജ്ഞാന പ്രകാശിതമായ ഈ ലോകത്ത്, ദാറ്റ് ഈസ് ഈ ആധുനിക ലോകത്ത്, ദി എൻലൈറ്റൻ ഇൻ ദിസ് എൻലൈറ്റൻ മോഡേൺ വേൾഡ്, എന്തിനാണ് നിങ്ങൾ ഈ യാത്രാ സാഹിത്യം എഴുതുന്നതെന്ന് അവരുടെ ചോദ്യം. അത് കാരണം ഇതിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടി അറിവ് കൊടുക്കാനാണ്. അറിവ് എല്ലാ സോഴ്സിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന കാര്യം അത് എല്ലാം വെർച്വലായിട്ട് ആർക്കും എവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും. അതുകൊണ്ട് എന്തിനാണ് ഇത് എഴുതുന്നത് എന്നുള്ള ചോദ്യം ഡെബി ലെസ്ലി ചോദിച്ചു. നമ്മളത് ഡെബി ലെസ്ലിയുടെ പഠനം വായിച്ചാൽ പിന്നെ നമ്മൾ എഴുത്ത് നിർത്തും. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും വളരെ നിരാശയെന്ന് എഴുതിയിട്ടുള്ള ചോദ്യം. പക്ഷേ അതേസമയം തന്നെ ഡെബി ലെസ്ലി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണെങ്കിൽ, എങ്ങനെയാണ് ഈ യാത്രാ സാഹിത്യം ഇപ്പോഴും ജനപ്രിയമായിരിക്കുന്നത് എന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്ന് നിൽക്കുന്നുള്ളൂ. പിന്നെ അവസാനം ഒരു വലിയൊരു വിമർശനം അവർ പറയുന്നത്, ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് അവർ പറയുന്നത് മിക്കവാറും യാത്രാ സാഹിത്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സാമ്പ്രദായികമായിട്ടുള്ളതും ഒരു ഗൃഹാതുരത്വം പേർന്നതുമായിട്ടുള്ള ഒന്നാണത്. അതിലൊരു പ്രതിലോമതയുണ്ട്.
അതിനെയാണ് മിക്കവാറും. അതൊന്നല്ലാതെ ഒരു ആഗോള രാഷ്ട്രത്തെ ഇപ്പോഴത്തെ മാനവികതയെയും ആധുനികമായിട്ടുള്ള മാനവികതയെയും ആ കൺസെപ്റ്റിനെയും അതുപോലെ തന്നെയുള്ള സമത്വത്തിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള എഴുത്തുകൾ ഒരുപക്ഷെ ഡെബി ലെസ്ലിക്ക് വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവർ അത്രയും നിരാശയോടുകൂടി അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും എഴുത്തുകൾ എപ്പോഴും ഒരുപോലെയല്ല. എഴുത്തുകൾ കാലത്തിനനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ യാത്രകൾ മാറുന്നുണ്ട്, അനുഭവങ്ങൾ മാറുന്നുണ്ട്, യാത്രാ സാഹിത്യം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാ സാഹിത്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അല്ലാണ്ട് നമുക്കത് വീണ്ടും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൽ ഒരു പറയാം, ബ്രൂസ് ചാറ്റ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് യാത്രാ സാഹിത്യം എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇൻ പാറ്റഗോണിയ എന്നാണ് അതിൻ്റെ പേര്. പാറ്റഗോണിയ നിങ്ങൾക്കറിയാം, തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു പീഠഭൂമിയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് അനുഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏകാന്തത എത്രയും ഭീകരമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയാൽ മതി. കാരണം ഒരു ജീവൻ്റെ ഒരു അംശം പോലും നിങ്ങൾ ചുറ്റും കാണൂല. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. മാത്രമല്ല, നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ പ്രപഞ്ചം തുറന്നിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും തെളിവാർന്ന ഒരു ആകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ മനുഷ്യൻ നമ്മുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ദൂരദർശിനികൾ പോലും വെച്ചിട്ടുള്ള അവിടെ, കാരണം അത്രയും നല്ല ആകാശമാണ് അവിടെ. അപ്പോൾ അതിനെ തുറന്നു വെച്ചിരിക്കുകയാണ് ആകാശം. അവിടേക്കാണ് ഈ ബ്രൂസ് ചാറ്റ്വിൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതിലൂടെയാണ്. അദ്ദേഹം എന്നിട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ചില ആൾക്കാരോട് അവിടെയുള്ള ചില ഒറ്റപ്പെട്ട കോണുകളിലൊക്കെ 1-2 പേരൊക്കെ കാണും. അവരോട് സഞ്ചരിച്ചും അവരുടെ അനുഭവങ്ങളിലും അവരിൽ നിന്ന് കിട്ടിയ മിത്തുകളും ഒക്കെ ചേർത്തിട്ടാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ ചാറ്റ്വിൻ എന്ന് പറഞ്ഞ യാത്രികനില്ല, അതിലൊരു ആത്മകഥാംശമേ ഇല്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു വരുമ്പോൾ നമുക്കൊരു സത്യം പറഞ്ഞ ഒരു മതിഭ്രമം വരും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫിക്ഷനാണോ അതോ ഇത് നോൺ ഫിക്ഷനാണോ എന്ന് മനസ്സിലാവില്ല. ശരിക്കും നമ്മളെ അങ്ങ് മാറ്റിക്കളയുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ്. ഇതിനോട് ഇത് വായിക്കുമ്പോൾ നമുക്ക് പണ്ട് മാർക്കോ പോളോ ഇൽ മിലിയോൻ എഴുതിയപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സത്യസന്ധമായിട്ടാണ് എഴുതാൻ തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം വഴിയിൽ കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ കുറേ കേട്ടുകഴിവുകൾ അതിൽ വന്നപ്പോൾ ഇൽമിലിയോൺ ഇത് വിശ്വസിക്കാനേ പാടില്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല, ഇത് ആ എഴുത്തിൻ്റെ ഒരു മാന്ത്രികതയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ പുസ്തകം. അപ്പോൾ അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് എഴുത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹഗൻ എന്ന് പറഞ്ഞ ഒരു നിരൂപം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ, ട്രാവൽ റൈറ്റിംഗ് can be fictions of factual representations എന്നാണ്. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിൽ നമ്മുടെ കാൽപ്പനികത കൊണ്ടുവരുന്നതിന് അതിനൊരു രീതിയുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിൽ ഫാക്ച്വൽ റെപ്രസെൻറ്റേഷനുമാണ്, അതേസമയം ഫിക്ഷനുമായെന്ന രീതിയിൽ എഴുതാൻ സാധിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ എഴുത്തുകൾ വരുമ്പോൾ യാത്രാ സാഹിത്യത്തിന് എന്നും നിലനിൽപ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഡോക്ടർ, വളരെ ഇപ്പം നന്ദിനി പറഞ്ഞപ്പോഴും എന്തുകൊണ്ടിത് സാഹിത്യമായി നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം അതുതന്നെയാണ്. കാരണം ഈ ഭാഷയുടെ എലമെൻ്റാണ് അതിനെ അങ്ങനെ ആക്കി തീർക്കുന്നത്. ഒരു വീഡിയോ ക്യാമറ എടുക്കുന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ ക്യാമറ എടുക്കുന്ന ചിത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിന് എങ്ങനെ അന്ന് അദ്ദേഹം കണ്ട ആഫ്രിക്കയെ ഒരു മിത്ത് പോലെ ആക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ ഭാഷയെ സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുത്ത ഒരു ഭാഷയാണ് ഞാൻ എസ് കെയുടെ ആഫ്രിക്കൻ യാത്രകളിലൊക്കെ എനിക്ക് കണ്ടത്. മാന്ത്രികം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഭാഷ അതായിരിക്കണം യാത്രാ വിവരണങ്ങളെ ഇന്നും വായിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മിത്രയിലേക്ക് തിരിച്ചു പോകണം. മിത്ര, വേറെ എന്താണ് ഇപ്പോൾ വിദേശങ്ങളിലുള്ള യാത്രയെപ്പറ്റി ഞാൻ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ഈയിടെ എവിടെയാണ് ഏറ്റവും അവസാനമായിട്ട്? തായ്ലൻഡിലോ ഇറ്റലിയിൽ? അത് ശരി. എന്തായിരുന്നു ഇറ്റലിയുടെ ഒരു അനുഭവം? ചുരുക്കി പറയാൻ പറ്റിയില്ലെങ്കിലും പറയാം. ഇറ്റലി തിരഞ്ഞെടുക്കാനുള്ള കാര്യം മകൻ തന്നെയായിരുന്നു. എനിക്ക് 12 വയസ്സുള്ള മോനുമായിട്ടായിരുന്നു ഇറ്റലിയിലോട്ട് പോയത്. അപ്പം അവന് ഒരു ഷെഫ് ആവണം, ഇറ്റാലിയൻ ക്യൂസീൻസ് പഠിക്കണം, അങ്ങനെയായിരുന്നു ഇറ്റലിയിലോട്ട് പോയത്. അപ്പം ഞാൻ പല യാത്രികരോടും മുതിർന്ന യാത്രികരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇറ്റലി എല്ലാവരും പോയ സ്ഥലമാണ്, കണ്ട സ്ഥലമാണ്, അതിലിനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു യാത്രിക എന്നുള്ള നിലയ്ക്കൊന്നും ഇല്ല എന്നുള്ളതാണ് പലരും നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പക്ഷേ ഞാൻ ആ ഇറ്റലി വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും ഏതൊരു സ്ഥലത്തെക്കുറിച്ചും പലരും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ്. അങ്ങനെ കണ്ടെത്തിയതാണ് നമ്മുടെ സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞിട്ട്. അതായത് സാന്താക്ലോസ് നമ്മൾ വിചാരിക്കുന്നത് ഒരു കാൽപ്പനിക കഥാപാത്രമായിരുന്നു എന്നാണ് ഞാൻ ഇറ്റലി പോകുന്നവരെയും കരുതിയിരുന്നത്.
പക്ഷേ ഇറ്റലി പോയപ്പോഴാണ് മനസ്സിലായത് തെക്കൻ ഇറ്റലിയിൽ സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞൊരു സെയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു വിശുദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രം വരുന്നത് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമുക്ക് ഇറ്റലി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് റോം ആണ്, അല്ലെങ്കിൽ റോമൻ സിവിലൈസേഷനാണ്. പക്ഷേ ഈ റോമൻ സിവിലൈസേഷൻ വരുന്നതിന് മുമ്പ് ഒരു എട്രൂസ്കൻ എന്ന് പറഞ്ഞൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ റോമക്കാർ പലതും പഠിച്ചത്. അവരുടെ ഈ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന ആർക്കിടെക്ചർ ആണെങ്കിലും ഡ്രെയിനേജ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ എട്രൂസ്കൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ പാകിയത്. പക്ഷേ അവരുടെ ചരിത്രം എഴുതപ്പെട്ടില്ല. അപ്പോൾ അവരുടെ കുറേ സ്ഥലങ്ങൾ ഇറ്റലിയിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റി. അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പം ഒരു പുസ്തക രചന നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ ഇപ്പോൾ റോമിൽ പ്രധാനമായിട്ട് ഇപ്പം വേറെ എവിടെയൊക്കെ പോയിരുന്നു? ഇറ്റലിയിൽ റോമിൽ നിന്ന് പുറത്തേക്ക് വെനീസിലൊക്കെ പോയിരുന്നു. എങ്ങനെ യാത്ര ചെയ്ത്? പിന്നെ ട്രെയിനിലായിരുന്നു? പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരുന്നു ഉപയോഗിച്ചത്. ട്രെയിനും ബസ്സും എല്ലാം മാറി മാറി ഉപയോഗിച്ചു. ട്രാൻസ്പോർട്ട്. അതെ. ഭാഷയുടെ പ്രശ്നം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഇറ്റലിയിൽ കൂടുതലും ഇംഗ്ലീഷ് അധികം ഉപയോഗിക്കാത്തവരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പം യാത്ര എന്ന് പറയുന്നത് വളരെ സുഗമമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഏറ്റവും ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം അറിയപ്പെടാത്തത് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. അല്ലാതെ അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര സുഗമമാണ്. കാരണം എല്ലാം നമുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യാം. യാത്രയ്ക്കുള്ളത് അല്ലെങ്കിൽ താമസം എല്ലാം തന്നെ ഒരു പൈസ പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോൺ വെച്ച് മാത്രം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ യാത്രകൾ. പക്ഷേ ഏഷ്യക്കാരോട് നമ്മൾ ഇന്ത്യക്കാരോടൊക്കെ കാണിക്കുന്ന സൗഹൃദം അതെങ്ങനെ ഉണ്ടായിരുന്നു? സൗഹൃദം അല്ലെങ്കിൽ സൗഹൃദമില്ലായ്മ എങ്ങനെയാണ്? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഫീൽ ചെയ്തില്ലെങ്കിലും ഒരു എന്താ പറയുന്നത്, കുറച്ചൊരു വിവേചനം ഇറ്റലിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ അല്ലേ? താങ്ക് യു. അല്ല, അത് ഇറ്റലിയെ പറ്റി വേറെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് കുറച്ച് ടൈമുണ്ട്. ഇറ്റലിയിൽ പിന്നെ രസമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ കുടുംബത്തിന് ഒരുപാട് ഊന്നൽ കൊടുക്കുന്നതാണ്. അതായത് പിന്നെ ഏറ്റവും മൂത്ത മകൻ അമ്മയുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആൺമക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന് ശഠിക്കുന്ന ഒരു മിക്ക പ്രായമുള്ളവർക്കും അങ്ങനെ ഒരു ശാഠ്യം കണ്ടിരുന്നു. അപ്പോൾ അവരുടെ മൂത്ത മക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ പല കുടുംബങ്ങളിലും നമ്മൾ ചെല്ലുമ്പോഴും ഈ ഒരു വ്യവസ്ഥ കാണാം. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് US ഒക്കെ ആണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ പറത്തി വിടുകയാണ് ചെയ്യുക എന്നാണ്. പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയല്ല. ഇറ്റലിയിൽ പിന്നെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെയല്ല. കുട്ടികളെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് അവിടെ കണ്ടത്. അതും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. പിന്നെ കുറേ വൈൻ ഉൽപ്പാദിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് വൈനറീസും ഒക്കെ അവിടെ പോയിട്ടാണ് കാണാനും അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഒക്കെ പറ്റിയത്. താങ്ക് യു മുസഫറെ. അപ്പോൾ ഈ മരുഭൂമിയിലെ ജീവിതങ്ങളെ പറ്റി അപ്പം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അത് ഇസ്ലാമും ഈ പറഞ്ഞ മരുഭൂമിയിലെ ജീവിതവുമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഒരുപക്ഷെ ഒരു മരുഭൂമിയിലാണ്. അതെങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്താൻ പറ്റുമോ? നമ്മളൊരു ഇപ്പം യേശുവിൻ്റെ ജീവിതവും ഒരു സെമി മരുഭൂമിയിലാണ്. പലസ്തീൻ ഒരു ഗ്രീൻ ലാൻഡൊന്നും അല്ല, ഒരു ഇതല്ല, ഒരു സെമി. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഈ പ്രവാചകൻ്റെ കാലം തൊട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇന്നതൊരു ഇറ്റ്സ് എ റിലീജിയൻ ഓഫ് ദ ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്ന പോലെ ആയിരുന്നല്ലോ. ഇന്നും അതിൻ്റെ റൂട്ട്സ് അവിടെയാണ്. അതെങ്ങനെയാണ് പിന്നെ മുസഫർ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുക? അത് ഈ സെമിറ്റിക് മതങ്ങൾക്കെല്ലാം തന്നെയും മരുഭൂമിയായിട്ട് ബന്ധമുണ്ട്. 2 വിഭാഗങ്ങൾക്കാണ് മരുഭൂമിയായിട്ട് ബന്ധമുള്ളത്. സെമിറ്റിക് മതങ്ങൾക്ക് മരുഭൂമിയായിട്ട് ബന്ധമുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ജിപ്സികൾക്കും മരുഭൂമിയായിട്ടാണ് ബന്ധം. നമ്മുടെ രാജസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ത്യൻ ജിപ്സികൾ, പിന്നീട് യൂറോപ്പിൽ പല തെരുവുകളിൽ നമ്മൾ കാണുന്ന ജിപ്സികളിലേക്ക് ലയിച്ച് ചേർന്നിട്ടുള്ള ഇന്ത്യൻ ജിപ്സികളും ഈ താർ മരുഭൂമി കടന്നിട്ടാണ് അവർ പോകുന്നത്. അപ്പം സെമിറ്റിക് മതങ്ങൾക്ക്, അത് ജുദായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഈ 3 മതങ്ങൾക്കും ഡെസേർട്ടുമായിട്ട് ബന്ധമുണ്ട്. കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ഒരു യൂറോപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഏറെക്കുറെ ഇപ്പം നമ്മൾ സൗദി അറേബ്യയ്ക്ക് തന്നെ ഇപ്പം യേശു ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇസ്രായേൽ എന്നും പലസ്തീൻ എന്നും വിളിക്കുന്ന സ്ഥലത്തിന് സൗദി അറേബ്യയ്ക്ക് തന്നെ അതിർത്തിയുണ്ട്.
ഇപ്പം ഈ വെളിപാടുണ്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലം ശരിക്കും സൗദി അതിർത്തിയിലായിട്ടാണ് മിത്തുകളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ നരേറ്റീവിനകത്ത്, ഈ റിലീജിയസ് നരേറ്റീവിനകത്ത് മരുഭൂമി ഒരു വലിയ മെറ്റഫറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇല്ലായ്മയുടെയും ആ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്ന സംഗതികളുടെയും നരേഷനാണ് ഈ 3 മതങ്ങളും. അതുകൊണ്ടാണ് ഈ അയൽക്കാരനെ തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു മരുഭൂമിയുടെ ഇക്കോളജിയിൽ നിന്നുണ്ടാകുന്ന ഒരു വാദമാണ്. കാരണം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കാലത്തും ഇപ്പം ബതുക്കളൊക്കെയുള്ള വളരെ കുറച്ചായി ഇപ്പം ബതുക്കൾ എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവേ ഇപ്പം മരുഭൂമിയിലുള്ളൂ. നമ്മൾ അവരുടെ അടുത്തേക്കൊരു യാത്ര പോകുമ്പോൾ അവരെ കാണുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അവർ വളരെ കുറച്ച് ഭക്ഷണമായിട്ട് ഇരിക്കുമ്പോൾ പോലും അവർ ഭക്ഷണത്തിന് വിളിക്കുക മാത്രമല്ല, എന്നെ വളരെ കണ്ണ് നനയിപ്പിച്ചതുപോലെയുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് എത്തുന്നു, റുബുൽ ഖാലി മരുഭൂമിയുടെ ഒരു വില്ലേജിലെത്തുമ്പോൾ അവിടുത്തെ ഒരു നമ്മൾ അവരെ പരിചയപ്പെടുന്നു. അവർ നമ്മളെ വലിയ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. കുറച്ച് സമയം ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള സമയം വേണം എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് പിറകിലുള്ള ഈ ആടും അതുപോലെ ഒട്ടകങ്ങളൊക്കെ ഉള്ള സ്റ്റേബിളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിലേത് ആടിനെയാണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അറക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ആടിനെ ഞങ്ങൾ അറക്കും. അങ്ങനെ ആതിഥ്യം തരുന്നത് ഡെസേർട്ടിൻ്റെ ഒരു ഇല്ലായ്മയുടെ, അതായത് വെള്ളമില്ല, മരങ്ങളില്ല, മറ്റു തരം ജീവൻ്റെ അംശം വളരെ കുറവായിരിക്കുക, അവിടെ വരുന്ന ഒരാൾക്ക് എന്ത് ഷെയർ ചെയ്യാം എന്നുള്ളൊരു സംഗതി, അത് ഈ 3 മതത്തിനകത്തും യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെസേർട്ട് ലാൻഡ്സ്കേപ്പിൽ ഈ 3 മതങ്ങളെയും കാണുന്നത്. അതേസമയം ഈ മരുഭൂമിയിൽ നടന്നിട്ടുള്ള ഗോത്രയുദ്ധങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. അത് ക്രൈസ്റ്റിൻ്റെ ഹിസ്റ്ററിയിലുമുണ്ട്, പ്രൊഫറ്റ് മുഹമ്മദ് നബിയുടെ ഹിസ്റ്ററിയിലും നമുക്ക് കാണാം. അപ്പം ഒരു സമയത്ത് അതിജീവനത്തിന് പങ്കുവെക്കലും മറുസമയത്ത് ഈ പിടിച്ചെടുക്കാനുള്ള ശ്രമവും മരുഭൂമിയിൽ ഒരേ സമയത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഡെപിക്ഷൻ പ്രധാനമായും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും കാണാനും സാധിക്കും. പിന്നെ നേരത്തെ അജയൻ ഇവിടെ പറഞ്ഞു, ഈ ഒരു സന്യാസിനെ അങ്ങനെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇൻഡിജിനസ്സായി ഒരു പ്രകൃതിക്കുള്ളിൽ, ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ, ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത്, അതിനകത്ത് ആഴ്ന്ന് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള നോളജ്, അതാണ് നമ്മൾ പുറത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് അറിയാത്തൊരു കാര്യം. അവർക്ക് എന്തൊക്കെ അറിയാം. ഇപ്പോൾ KB പ്രസന്നകുമാറൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹം ആവർത്തിച്ച് എഴുതാറുള്ളൊരു കാര്യം, ഈ പർവ്വതവാസികളുടെ സഹായത്തോടെ അല്ലെങ്കിൽ പർവ്വതവാസികളുടെ ജ്ഞാനം കൊണ്ടാണ് ഞാൻ ഹിമാലയത്തിൽ യാത്ര ചെയ്തത്. കാരണം അവർക്ക് മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ മരുഭൂമിയിൽ ഇപ്പോൾ ഈ ബതുക്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അവർക്ക് എത്ര ദൂരം വെള്ളമുണ്ട്, ഇപ്പം കുറച്ച് അകലെ പാമ്പുകളുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. മണലെടുത്ത് സ്മെല്ല് ചെയ്തിട്ട് ഇത്ര ദൂരെ പാമ്പുകളുണ്ട്, അതുവഴി പോകരുത് എന്നവർ പറയും. അതുപോലെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു ചെറിയ ജലാശയമുണ്ട്, അതിലെ വെള്ളം കുടിക്കരുത്, ചിലപ്പോൾ പാമ്പുകൾ അതിൽ ഈ ഉറയൂരിയിടുക, അതുപോലെ ഈ വിഷം കക്കുക എന്ന് പറയും, അത് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് ചിലപ്പോൾ പോയ്സൺഡ് ആയിരിക്കാൻ ഇടയുള്ള വെള്ളമാണ്, കുടിക്കരുതെന്ന് പറയും. അങ്ങനെ അവരുടെ അറിവ് എന്ന് പറയുന്നത് പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, കാരണം അവർ മരുഭൂമിയിൽ മലർന്ന് കിടക്കുമ്പോൾ കാണുന്നത് ഏറ്റവും വിസ്തൃതമായ ഒരു ആകാശത്തെയാണ്. അതുകൊണ്ടാണ് ഈ വാനശാസ്ത്രത്തിലൊക്കെ ഈ മരുഭൂമിയിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ ആദ്യകാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. പിന്നെ ചരിത്രത്തെക്കുറിച്ച് ഹരികൃഷ്ണൻ ഇവിടെ പറയുണ്ടായി. ചരിത്രം എങ്ങനെയാണ്, എന്തിനാണ് നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്നത്, പാസ്റ്റിലെ ഒരു സന്ദർഭത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനാണ്, നമ്മൾ അയോധ്യയുടെ ഭൂതകാലത്തിലേക്ക് ഇന്ന് എന്തിനാണ് പോകുന്നത്, അങ്ങനെ ഒരു ട്രാവൽ റൈറ്റർ എന്താണ് എഴുതുക. അപ്പോൾ ഭൂതകാലം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കണ്ടംപററി ലൈഫിനെ കലുഷിതമാക്കാൻ, പോയ്സൺഡ് ആക്കാൻ നമ്മൾ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യണോ? ആ ഭൂതകാല ചരിത്രം എന്ന് പറയുന്നതിനെ നമ്മളൊരു ട്രാവൽ റൈറ്റർ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, എന്ത് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മളത് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട്, ഇപ്പോൾ റോമില താപ്പറൊക്കെ നമ്മൾ എന്തിന് ഭൂതകാലത്തെ വിസിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്. അപ്പം നമ്മൾ വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്കും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് കൂടി യാത്ര ചെയ്യുന്നവരാണ് നമ്മളോ അല്ലെങ്കിൽ നമുക്ക് പിന്നാലെ വരുന്നവരോ. അവരോട് നമ്മൾ ഈ ചരിത്രം വെച്ച് എന്ത് പറയുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ റൈറ്റിങ്സ് എടുത്ത് നോക്കിയാൽ ഒരു തേങ്ങ കട്ടതിന് സമുദ്രയുടെ കാലത്ത് തേങ്ങ കട്ട ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതായിട്ട് എഴുതുന്നുണ്ട്. കോഴിക്കോട്ട്
സാമൂതിരിയുടെ കാലത്ത് ഇബ്നു ബത്തൂത്ത എഴുതുന്നതാണ്, മലബാറിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. കാരണം അന്ന് മലബാറേ ഉള്ളൂ, കോഴിക്കോട് നിന്നൊക്കെ പിന്നീട് ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു തേങ്ങ കട്ട ആളെ തൂക്കിക്കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് ഇബ്നു ബത്തൂത്ത തന്നെ എഴുതുന്നത് ഒരു വലിയ നീതി വ്യവസ്ഥയുടെ പ്രഖ്യാപനമായിട്ടാണ്. അത് എങ്ങനെ നമുക്കിന്ന് എടുക്കാൻ പറ്റും? ആ കാലത്തുള്ള ഇപ്പോഴും ആളുകൾ പറയുമല്ലോ അവനെ കൊല്ലണം, അവനെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെ പറയുന്ന. അപ്പോൾ ഈ ഭൂതകാലത്തിൽ നിന്ന് എന്താണ് വർത്തമാനത്തിലേക്ക് ഒരു ട്രാവലർ കൊണ്ടുവരുന്നത്? അയാൾ ഭാവിയിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഇന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, കാരണം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ആ സമയത്ത് ഞാൻ നടത്തിയ യാത്രകളിൽ ഒരു 60 സ്ഥലങ്ങളിലെങ്കിലും ഒരു ഇടച്ചുമരിന് അപ്പുറം ക്ഷേത്രവും ഇപ്പുറം ദർഗയോ പള്ളികളുമായ ഉള്ള 60ഓളം സ്ഥലങ്ങളും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായിരുന്നു ഇന്ത്യയുടെ പോളിറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മൾ ലയിച്ച് ജീവിച്ച ജീവിതം. ആ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ചരിത്ര നിർമ്മാണത്തിൻ്റെ സമയത്ത് ഒരു ട്രാവലർ ഭൂതകാലത്തിലേക്ക് എങ്ങനെ യാത്ര ചെയ്യും? അയാളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ആഴം എന്തായിരിക്കും? അതൊരു വലിയ ചലഞ്ചാണ് ഇന്നത്തെ ഇന്ത്യൻ യാത്രകളെക്കുറിച്ച്. ഇന്ത്യൻ യാത്രകളല്ല, അതിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് ലോകത്തിൻ്റെ എവിടെ പോകുമ്പോഴും. കാരണം ഇപ്പോൾ സാറ് നേരത്തെ ചോദിച്ചു, ഈ ഗ്രീസിലൊക്കെ പോയപ്പോൾ ഞാൻ ബോസ്നിയയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരാളെ ഇതേപോലെ പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു യു ആർ ഡാർക്ക്, നിങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ള ആളല്ല, യു ആർ ഡാർക്ക്. ഈ വംശീയതയുടെ പല പ്രശ്നങ്ങളും യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. യു ആർ ഡാർക്ക് എന്ന് പറയും. യെസ് ഐ എം ഡാർക്ക്. അതിനെന്താണെന്ന് ചോദിച്ചു ഞാൻ അയാളോട്. അപ്പോൾ ഇങ്ങനെ അയാൾ പിന്നെയും ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ പേര് പറഞ്ഞപ്പോൾ അയാൾ നിങ്ങൾക്ക് മതമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ എം എ മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അയാൾ പറയണത് ഏതാണ്ട് മുസ്ലിം എന്ന് പറയുകയും എനിക്ക് ചെറിയ ഒരു തുമ്മൽ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളെപ്പോലുള്ളവരാണ് കോവിഡ് പരത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്ത് മുഴുവൻ ഈ ഒരു പ്രോട്ടോടൈപ്പ് നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭൂതകാലത്തിലേക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തിലേക്കും ഭാവിയിലേക്കും എങ്ങനെയാണ് ഒരു ട്രാവലർ യാത്ര ചെയ്യുക എന്നതാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഒരു ആംഗിൾ കൊണ്ടുവന്നതിന് ഇതിന് വളരെ നന്ദി. ഇതൊക്കെ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിൽ നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ തലയിൽ അത്യാവശ്യമായിട്ട് കയറി ചെല്ലേണ്ട കാര്യങ്ങളാണ് ഇവിടെ പലരും അജയനും ഒക്കെ പറഞ്ഞത്. ഫാൻറ്റാസ്റ്റിക്. അപ്പോൾ ഞാൻ ബീനയോട് ചോദിക്കട്ടെ, ഇത് ഇപ്പം മുസഫർ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ബീനയ്ക്ക് പറയാനുണ്ടോ? താങ്ക് യു. മുസഫർ പറഞ്ഞിടത്ത് തന്നെയാണ് പറയണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരു മതിലിനപ്പുറത്തെ എൻ്റെ ഏറ്റവും അവസാനത്തെ യാത്രയിൽ പോലും സോനിപ്പറ്റിൽ ഞാൻ കണ്ട 2-3 അമ്പലങ്ങളാണോ ദർഗയാണോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വളരെ അതിനെക്കുറിച്ച് ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഗ്രന്ഥാലോകത്തിൽ. വളരെ സ്വാഭാവികമായി ഒരു അമ്പലവും ദർഗയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ഏറ്റവും അവസാനത്തെ യാത്രകളിൽ ഞാൻ കണ്ടത് അങ്ങനെയാണ്. അതൊരു വലിയ ഇതാണ്. അപ്പോൾ എന്തായാലും ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിലൂടെ ഭാവിയിലേക്കെന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ യാത്രികൻ്റെ യാത്രയെക്കുറിച്ചാണ് മുസാഫർ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെയ്തിരിക്കുന്ന യാത്രയും അതാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം. ആ അത്ഭുതത്തിൽ അവിടുത്തെ മനുഷ്യരെങ്ങനെ ജീവിക്കുമെന്നു എന്നുള്ള ഒരു യാത്രയാണ് കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഗ്രാമങ്ങളിൽ പോവുക, അവിടുത്തെ മനുഷ്യരെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ നമുക്കറിയാം 73-74 അമെൻമെൻറ്റുകൾ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും ത്രിതല പഞ്ചായത്തുകളിൽ അധികാരം കൊടുത്തു. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ താജ്മഹലും ചാർമിനാറും ഒക്കെ കണ്ട് നടന്ന ഞാനല്ല ഇപ്പോൾ ഈ യാത്ര നടത്തുമ്പോഴുള്ള ഞാൻ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്നെ ആകെ മാറ്റി പണിഞ്ഞ ഒരു അനുഭവമാണത്. അതായത് ഓരോ ഗ്രാമത്തിലും ചെന്ന് നമ്മളവിടെ ദളിതനോ സ്ത്രീക്കോ റിസർവേഷൻ കിട്ടിയിട്ട് അവരെങ്ങനെയാണ് ആ ഗ്രാമത്തെയും ആ വ്യക്തിയായും അവിടുത്തെ സാമൂഹിക അവസ്ഥകളെയും മാറ്റിയത് എന്ന് നേരിട്ടറിയുന്ന ഒരു 10-100 യാത്രകൾ ഞാൻ നടത്തി. ആ 100 യാത്രകളിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെക്കാൾ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് പലയിടത്തുനിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അഹമ്മദാബാദിനടുത്ത ഒരു ഗ്രാമത്തിൽ
പോയിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായ സ്ത്രീയോട് അവിടെ നമുക്കറിയാമെന്നറിയില്ല സംസ്ഥാനത്ത് ഈ നമ്മൾ കൊണ്ടുവന്ന ജനാധിപത്യത്തിനപ്പുറത്ത് സമരസ് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമുണ്ട്. അതായത് ഒരു പഞ്ചായത്തിൽ ഒരാളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ എല്ലാവരും തന്നെ അവിടുത്തെ ജമീന്ദാർ പറയുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആ പഞ്ചായത്തിന് 10 ലക്ഷം രൂപ സമ്മാനം കിട്ടും. അങ്ങനെ സമരസ് പഞ്ചായത്തുകൾ, വിമൻ സമരസ് പഞ്ചായത്തുകൾ, അങ്ങനെ ഒരിടത്ത് പോയിട്ട് ഒരു സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. അവരുടെ പേര് നേരുബെൻ പട്ടേൽ എന്നായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക്, സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തം എന്താണെന്ന്. ഇത് ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്കാണ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ, ഞങ്ങളുടെ ഗ്രാമത്തിലെ അമ്പലത്തിൽ ഇക്കഴിഞ്ഞ ശിവരാത്രിക്ക് ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു. അവളെ എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കി. അതിന് നേതൃത്വം നൽകിയത് ഞാനാണ്. അന്ന് രാത്രി അവളുടെ വീട് അടിച്ച് പൊട്ടിക്കാൻ ആളെ വിട്ടത് ഞാനാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ മുഹൂർത്തം അതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ദളിതോ ജൂത്ത ജൈസഹേന സിർമേ നൈ പഹനേക. നമ്മൾ ദളിത് ചെരുപ്പ് പോലെയല്ലേ, അതിനെ നമ്മൾ എങ്ങനെയാണ് തലയിലെടുത്ത് വയ്ക്കുക? പിന്നെ ഭഗവാൻ എങ്ങനെയാണ് അമ്പലത്തിൽ വരുമ്പം ഒരു ദളിത് പെൺകുട്ടിയെ ഭഗവാന് വിഷമം തോന്നൂലേ എന്ന് വളരെ നിസ്സാരമായി, നിഷ്കളങ്കമായി ആ സ്ത്രീ എന്നോട് പറയുകയുണ്ടായി. ഇതുപോലെയുള്ള നിരവധി ആളുകളെ ഈ യാത്രയിൽ, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ യാത്രയിൽ, ഏറ്റവും പുതിയ പുസ്തകത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് നടത്തിയ യാത്രകളും അതിനെക്കുറിച്ച് ഞാൻ ഈ ഞായറാഴ്ചത്തെ മാതൃഭൂമിയുടെ വീക്കെൻഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 മനുഷ്യർ, അത് കീരിപ്പട്ടി, പാപ്പാപ്പെട്ടി എന്ന് പറയുന്ന ഉസ്ലാംപെട്ടിയിലെ 2 ഗ്രാമപഞ്ചായത്തുകളിൽ വളരെ ശക്തമായി തന്നെ ദളിത് സംവരണം അവിടുത്തെ കള്ളർമാർ എന്ന് പറയുന്ന വിഭാഗം തടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെൻറ് മെഷീനറി ഇടപെട്ട് അവിടെ 2 പേരെ 2 പഞ്ചായത്തുകളിൽ 2 ദളിതരെ പ്രസിഡൻറ്റുമാരാക്കി. പക്ഷേ അത് ഞാൻ അവരെ ഒരു 8 വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്ത് ഞാൻ വീണ്ടും അവരെ കാണാൻ പോയി, അവരുടെ ജീവിതം എങ്ങനെയെന്ന്. വളരെ ദയനീയവും വളരെ പരിതാപകരവുമായ ജീവിതമാണ് സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തി അവർ ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിൽ ഈ നമ്മൾ പറയുന്ന ഭൂതകാലത്തിലാണോ വർത്തമാനകാലത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് അറിയുന്ന വളരെയേറെ പരിതാപകരമായ കുറേ മനുഷ്യരുടെ ജീവിതങ്ങളിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടേത്. നമ്മൾ അധികാരത്തിലേക്ക് നിന്ന് മാറ്റി നിർത്തിയ സ്ത്രീകൾ അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എവിടെയും പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിൽ പല സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ അവരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. പഞ്ചായത്ത് ഓഫീസിൽ പോലും ഭർത്താക്കന്മാരാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛന്മാരായിരിക്കും സ്റ്റേജിൽ കയറി നിന്ന് ഒരു മാർച്ച് 8 മീറ്റിങ്ങിന് പോലും കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകളായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ താഴെ ഇരിക്കുകയും അവിടെ ഭർത്താവോ അച്ഛനോ മകനോ സ്റ്റേജിൽ ഇരുന്ന് അവിടെ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്വീകരണം നടക്കുവാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇടാനുള്ള മാല ഇടുന്നത് നമ്മുടെ ഭർത്താവിനാണ്. അപ്പോൾ ഇത്തരം വിചിത്രമായ ഒരു ഇന്ത്യയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത്, ഈ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലെത്തി നാളെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു ഇന്ത്യയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത സംഘർഷമുണ്ട്. അത് എവിടെ പറയണം എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അത് എഴുതാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരു തരത്തിലുള്ള പുരോഗമനവും ഈ പറയുന്ന യാതൊരു വിഭാഗങ്ങൾക്ക്, മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ആളുകളെ തേടിയൊന്നും നമ്മൾ പോകുമ്പം കാണുന്നില്ല. അത്തരമൊരു ഇന്ത്യയിലേക്ക് നമ്മൾ ഇപ്പോൾ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ദരിദ്രമായ മാനസികാവസ്ഥയും ജീവിതാവസ്ഥയുമുള്ള മനുഷ്യരിലേക്ക് എത്താനുള്ള യാത്രകളാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അത്തരം കുറേ യാത്രകളാണ് ഞാനിപ്പോൾ ഭാവിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നന്ദിനിയോട് വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഈ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന ആശയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യാത്രയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ രാഷ്ട്രീയം മനഃപൂർവ്വമായി ബോധപൂർവം നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം എന്താണ്, അതിനെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തേത് മനസ്സിലാക്കുകയും നമ്മൾ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രീയവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്നയാളാണ്. അപ്പോൾ അതൊരു വളരെ മനോഹരമായൊരു ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം നന്ദിനി എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു പറയുക, ഒരു ഏത് വിധത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് നന്ദിനിക്ക് യാത്രയെ കാണാൻ പറ്റും?
ബീനയെ ഏറെക്കാലമായി അറിയാം. ബീനയുടെ അന്വേഷണാത്മകമായ യാത്രകളും പഠനയാത്രകളും അതിലൂടെ അവർ കളക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളും എനിക്കൂടെ അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോൾ യാത്ര എഴുത്തിൽ മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കുന്ന ഒരാൾ. യാത്രയിൽ ഞാൻ ഒട്ടും ഉത്തരവാദിയല്ല. എന്നെക്കുറിച്ച് പോലും ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്നതിലൂടെ യാത്രയുടെ തുടക്കത്തിൽ എപ്പോഴും സഞ്ചി തട്ടിക്കുടയല്ലോ. സഞ്ചിയെല്ലാം തട്ടിക്കുടഞ്ഞ് അതിനകത്ത് കിടക്കുന്നതെല്ലാം പെറുക്കി മാറ്റി ഒരു ഒഴിഞ്ഞ സഞ്ചിയും തോളിലിട്ട് ഒരു ഇറക്കാണ്. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും അകത്ത് കണ്ടേക്കാം എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അത് ഞാൻ വന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി എഴുതുന്നു എന്നല്ലാതെ എൻ്റെ യാത്ര ഒട്ടും പഠനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും ഒന്ന് തെളിയിക്കാനോ ഞാനൊരു വലിയ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും താഴെ ഇരിക്കുന്ന ഇവരെ നോക്കി പഴയ യാത്രാ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇരുണ്ട ഭൂഖണ്ഡത്തിലെ അപ്രാകൃതരായ ഈ മനുഷ്യജീവികൾ, വേറൊരു വാക്കാണ് പറയാറ്, അതിപ്പോൾ നിരോധിച്ച വാക്കായതുകൊണ്ട് എനിക്കത് പറയാൻ വയ്യ, ആ കറുത്ത വർഗ്ഗക്കാർ എന്ന രീതിയിലുള്ള ആ ഒരു അത്തരം സമീപനം തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഈ പുതിയ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എഴുത്തിലോ എൻ്റെ സമീപനത്തിലോ അല്ല, മൊത്തം യാത്രയിൽ തന്നെ ഞാനതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായി അന്ന് ആ സമയങ്ങളിൽ യാത്രകളിൽ ഞാനൊരു പെണ്ണാണെന്ന് അറിയിക്കാനോ വേറൊരാൾ ആ രീതിയിൽ പരിഗണിക്കാനോ എനിക്ക് തീരെ ഇഷ്ടമല്ല. വസ്ത്രത്തിലോ ഏതൊരു വിധത്തിലും ഒരു സ്ത്രീയാണ് എന്ന നിലയിൽ അവരുടെ ഇടയിൽ നിൽക്കാനോ നഗരത്തിൽ നിന്ന് വന്ന ഒരുത്തി എന്ന നിലയിൽ ഒരു പരിഗണനയോ മുൻഗണനയോ എനിക്ക് ലഭിക്കാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ജീവിതം മൊത്തം ഒരു യാത്രയാണ്. യാത്ര അല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ എന്നെ ഇത്രയും അലങ്കരിച്ചു കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടുകൂടെയാണ്. താജ്മഹൽ കാണാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് ഞാൻ. കനത്ത ഫീസും കൊടുത്ത് തിരക്കി തള്ളി ഒരു ക്യൂവിൽ നിന്ന് അകത്തേക്ക് കടന്നപ്പോൾ ക്ലീഷയാണ് എങ്കിലും പറയാതെ വയ്യ, ആളുകൾ മറിഞ്ഞ് താജ്മഹൽ കാണാൻ വയ്യ എന്നുള്ളൊരു സ്ഥിതിയാണ്. മാത്രമല്ല എത്ര വേണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ ചെവി പൊട്ടിക്കുന്ന പോലെ ചരിത്രവും നുണക്കഥകളും കെട്ടുകഥകളും കള്ളക്കഥകളും പറഞ്ഞ ആകെ പരിസര മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൈഡുകളും വഴികാട്ടികളുടെയും ഒക്കെ ഇടയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള ഗലികളിലൂടെ നടക്കാൻ തുടങ്ങി. ആ ഗലികളിൽ കണ്ട ജീവിതം ഒരു സോനു സിംഗ്, ഞാൻ ഇന്നും അയാളെ ഓർക്കുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു യാത്രയാണിത്. സോനു സിംഗ് എന്ന് വന്ന് പരിചയപ്പെടുത്തിയ ഒരു മധ്യവയസ്കൻ, അയാൾ വിഗ്ഗാണ് വെച്ചിരിക്കുന്നത്, അത് വളരെ ലൂസാണ്. തലയിൽ നിന്ന് ഓരോ നിമിഷവും ഇത് താഴത്തേക്ക് വരുന്നു, അയാൾ അതിനെ താങ്ങി തലയിൽ സ്ഥാപിക്കുന്നു. വളരെ ഇറുകി ഒട്ടും പാകമല്ലാത്തൊരു നീല സഫാരി സൂട്ടും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ, ആ ഒരു സോനു സിംഗ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ചാന്ദിനി രാത് മേ താജ്മഹൽ കൈസേ ദിഖ്തേ അബ് ജാൻതേ? പൗർണമി രാവിൽ ഈ താജ്മഹൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. പൗർണമി രാത്രിയിലല്ല, 6 മണി കഴിഞ്ഞ് അതിനകത്തേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാം ഈ മനുഷ്യന് ഈ നട്ടപ്ര വെയിലത്ത് അവിടെ നിന്ന് പൗർണമി രാത്രി താജ്മഹലിനകത്ത് കാണിക്കുന്ന അത്ഭുതങ്ങളൊന്നും കാണിച്ചു തരാനാവില്ല എന്ന് നല്ലതുപോലെ അറിയാം. പക്ഷെ ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് അയാൾക്കൊപ്പം നടക്കണം. അയാളുടെ ആ ഗലിയിലെ അന്നത്തെ ജീവിതം ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് കാണണം. എന്നെ കൊണ്ടുപോയത് ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊരു കൂടാരം പോലെ വളച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലേക്ക് അതിനൊരു വാതിലുമെല്ലാം ഈ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെയാണ്. അവിടെ കൊണ്ട് നിർത്തി ഇദ്ദേഹം പിന്നെയും ഇരകളെ പിടിക്കാൻ നടക്കുകയാണ്. അവിടെ ചാന്ദിനി രാത് മേ താജ്മഹൽ എന്ന് പറഞ്ഞാൽ നല്ല തെറി കേൾക്കുന്നുണ്ട് അവിടെ വരുന്ന ആളുകളുടെ വായെന്നൊക്കെ അയാൾക്ക്. പക്ഷെ ഞാനിത് കണ്ടു നിൽക്കുന്നത് ഈ മനുഷ്യൻ്റെ ഈ ഊർന്ന് വീഴുന്ന വിഗ് വയ്ക്കുന്നു, സഫാരി സൂട്ട് വലിച്ച് നേരെയാക്കുന്നു, സൺഗ്ലാസ്സും ഉണ്ട് കേട്ടോ, അതും ഇട്ട് വരുന്ന വിദേശീയരായ ഒരുപാട് കാഴ്ചക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരെയെല്ലാം ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അപ്പുറത്ത് ഈ ബാക്കി വന്ന ഈ മാർബിൾ കഷ്ണങ്ങൾ കൊണ്ട് മാർബിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ കൗമാരക്കാരായ ആൺകുട്ടികളാണ് അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത്. അതൊരു വലിയ കച്ചവടമാണ് അവിടുത്തെ, അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചപ്പുറത്ത് ഈ താജ്മഹൽ ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള പീഞ്ഞ പെട്ടികൾ, ചെറിയ പെട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചപ്പുറത്ത് അതിനകത്ത്
മുറിച്ചിടാനുള്ള വർണ്ണക്കടലാസുകളും വയക്കോലും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അതിനിടയിൽ ഒരു സ്ത്രീ ഒരു മാർബിളിൻ്റെ കഷ്ണത്തിൽ ആട്ട കുഴയ്ക്കുകയാണ് അവിടെ ഇരുന്ന്. അന്ന് ഉച്ചക്കലത്തെ ആഹാരമാണിത്. അപ്പോൾ ആ ശില്പി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം ആ കഷ്ണം വേണം, താജ്മഹലിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന താജ്മഹലിൻ്റെ താഴെ വെക്കാനുള്ളതാണ്. അപ്പോൾ അവൾ പറയണം, എന്നാൽ എടുത്തോ, ഞാൻ ഈ മണലും കൂട്ടി കുഴച്ചിന്ന് ഉച്ചയ്ക്ക് റൊട്ടി ഉണ്ടാക്കി തരാം. ഇത്രയും കാഴ്ചകളിനിടയിൽ തണുത്തുറഞ്ഞ ലോകപ്രശസ്തമായ ഒരു പ്രണയം അപ്പുറത്ത് നിൽക്കുമ്പോൾ, ഇങ്ങനെ കണ്ണിലൊന്നും പെടാത്തത്രയ്ക്കും വലിയ ഒരു കാഴ്ചയായി അപ്പുറത്ത് നിൽക്കുമ്പോൾ, ഈ നുരഞ്ഞ് പതയുന്ന ഈ ചൂടുള്ള ജീവിതം കണ്ട് സന്തോഷവതിയായിട്ട് ഞാൻ അവർക്കൊപ്പം കൂടി, ഞാനും വിളിക്കാൻ കൂടുന്നുണ്ട് സോനു സിംഗിൻ്റെ കൂടാരത്തിലേക്ക്, ചാന്ദിനി രാത്ത് കാണാൻ ആൾ വാന്നും പറഞ്ഞ് എൻ്റെ വകയും വിളിയുണ്ട് അവിടെ നിന്ന്. കുറേ കഴിഞ്ഞ് ഒരു 5 പേരോ 6 പേരോ ആയപ്പോൾ മൂപ്പർ നിരാശയായി, കാണിച്ചു തരാൻ വേണ്ടി അകത്ത് കൊണ്ടുപോയി. അതിനകത്ത് ഇരുട്ടാണ്, വലിയൊരു മരത്തിൻ്റെ ടേബിളുണ്ട്, മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ പുള്ളി അതിനകത്ത് തെർമോക്കോൾ കൊണ്ട് ഒരു വലിയ താജ്മഹൽ വെട്ടി ഉണ്ടാക്കി വെച്ച് അതിന് നടുവിൽ ഒരു ചെറിയ ബൾബ് ഇട്ടിരിക്കുകയാണ്. കുറേ നേരം പ്രസംഗിച്ചു, പ്രണയത്തെക്കുറിച്ചൊക്കെ വിശാലമായിട്ടൊക്കെ സംസാരിച്ച് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഈ ലൈറ്റ് കത്തി. ഇതാണ് എനിക്ക് വലിയ സന്തോഷമായി കണ്ടപ്പോൾ. കാരണം വളരെ മെനക്കെട്ട് ഇങ്ങനൊരു കൂടാരവും അതിനകത്തൊരു തെർമോക്കോൾ താജ്മഹലും ബൾബും ഒക്കെ ഇട്ട് ഇദ്ദേഹം ഇത്രയും വിശാലമായി സന്തോഷമായി സംസാരിച്ച് നടക്കുന്നല്ലോ, എന്നെ സന്തോഷിപ്പിച്ചല്ലോ കുറേ അധികം നേരത്തേക്ക്. എനിക്ക് എന്തെല്ലാം കാഴ്ചകൾ ഈ മനുഷ്യൻ വിളിച്ച് നിർത്തിയത് കൊണ്ട് കണ്ടു. ഞാൻ സോനുവിനോട് അവിടെ ബാക്കി കാണാൻ നിന്നവരൊക്കെ നല്ല തെറിയായിരുന്നു, അയാളെ പറയുന്നുണ്ടായിരുന്നു, ഇത് കാണിക്കാനാണോ കൊണ്ടുവന്ന്. പിന്നെ എന്ത് കാണാനാണ് നമ്മൾ അതിനകത്തേക്ക് കയറിയത്? എന്ത് കാണാനായിരുന്നു? പൗർണമി രാത്രിയായിരുന്നു ആ നട്ടുച്ച നേരത്ത് അതിനകത്തേക്ക്. എൻ്റെ യാത്രകൾ ഒരുവിധം വഴികളില്ലാതെ, ലക്ഷ്യങ്ങളില്ലാതെ, താല്പര്യങ്ങളില്ലാതെ, ഞാൻ എവിടെ എത്തുമെന്നോ എനിക്ക് ഒരു നിർബന്ധമോ അറിവോ ഇല്ലാതെ കുറേ മനുഷ്യർക്കൊപ്പം നടക്കുന്നതിൻ്റെ രാഷ്ട്രീയമെന്ന് ഞാൻ പറയാം. മനുഷ്യരുടെ ജീവിതം അതേറ്റവും അടുത്തറിയുന്ന, തിരുവനന്തപുരത്ത് നിന്ന് കുളിച്ച് കുറിയിട്ട് ശുചീന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു ഞാൻ. ശുചീന്ദ്രം കണ്ടിട്ടില്ല ക്ഷേത്രം. ശുചീന്ദ്രത്തിലേക്ക് പോകാൻ ഞാൻ ഈ വട്ടക്കോട്ട എന്ന് പറയുന്ന മണ്ണപ്പം ചുട്ട് വെച്ചിരിക്കുന്ന പോലെ ഒരു ചുട്ട് പഴുത്ത ഒരു കോട്ടയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് അതിമനോഹരമായിട്ട് ആരോ പാടുകയാണ്. അത് ഈ കാറ്റിൻ്റെ അലയിൽ ഇങ്ങനെ ഉയർന്നെന്താണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കഥാപ്രസംഗം പോലെയും പറയുന്നുണ്ട്. ഉയർന്ന ഒരു ഉച്ചസ്ഥായിയിലുള്ള ഒരു ശബ്ദത്തിൽ ഏതോ ഒരു സ്ത്രീ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ടിക്കറ്റ് മുറിച്ച് തരാൻ ഇങ്ങനെ തിരക്ക് വെച്ച് നിൽക്കുന്ന ആളോട് ചോദിച്ചു, ഈ കേൾക്കുന്ന പാട്ട് എന്താണ്, ഇതെന്താണ്? ഇതിപ്പോൾ നിർത്താം ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആവണക്കിൻ വീണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇന്ന് കറുപ്പസ്വാമി വീഴ നടക്കുകയാണ്. ശുചീന്ദ്രം കാണാൻ പോയ ഞാൻ എൻ്റെ ഒട്ടും പകിട്ടില്ലാത്ത കൈയില്ലാത്ത ഒരു കലങ്കാരി കുപ്പായവും ഇട്ട് അവിടെ മുല്ലപ്പൂ ചൂടിയ ഒരുപാട് കസവൊക്കെയുള്ള സാരികൾ ഉടുത്ത ഗ്രാമീണ സ്ത്രീകൾക്കൊപ്പം അന്നത്തെ ആ തെങ്ങിൻ തോട്ടത്തിലെ മണലിൽ ഇരിക്കുകയും അവരുടെ തൈര് സാധവും സാമ്പാർ സാധവും ഒക്കെ കഴിക്കുകയും കറുപ്പസ്വാമി എൻ്റെ തലയിൽ വാരിക്കൊഴുതിയിട്ട ഭസ്മത്തിൽ കുളിച്ച് ഒരു അലങ്കോല രൂപത്തിൽ സന്തോഷവതിയായി തിരിച്ചു വരികയും അന്നത്തെ ദിനം പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെയോ ശുചീന്ദ്രത്തിൻ്റെയോ പേരിലല്ലാതെ ആവണക്കിൻ വിന എന്ന ഗ്രാമത്തിൻ്റെ പേരിൽ എഴുതപ്പെടുകയും ചെയ്ത ഒരു സന്തോഷം എന്നെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടപ്പുകാരിയായി മാത്രം നിങ്ങളെല്ലാവരും കാണുക. ഞാൻ ഈ വലിയ യാത്രികർക്കും വലിയ സഞ്ചാരികൾക്കൊപ്പം ഇരുന്നത് എന്നോടുള്ള അവരുടെ സ്നേഹം കൊണ്ട് മാത്രമായിരിക്കാം. അതാണ് എൻ്റെ യാത്രയുടെ സത്യവും സന്തോഷവും. വളരെ നന്ദി നന്ദിനി. അജയന് ഈ കുറച്ചുകൂടി ഒരു മണ്ടൈൻ നമ്മൾ പറയുന്നൊരു ഈ ഹിമാലയ യാത്രകളെ അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ട്? ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ കഷ്ടപ്പാടാണല്ലോ. അപ്പോൾ പിന്നെ യാത്രയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയണ്ടല്ലോ. എന്നാലും കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാട് ഞാൻ എൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്നില്ല. ഞാനിപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ കഷ്ടപ്പാട് പറയുമ്പോൾ ഞാൻ ഒരു സംഭവം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രാഡിൽ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഹർക്കിദൂൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഹർക്കിദൂൺ ഏറ്റവും വലിയ തൊട്ടിൽ താഴ്വര. സ്വർഗാരോഹിണി കേട്ടിട്ടുണ്ടാവും. മഹാഭാരതത്തിലെ ഈ മഹാഭാരത പ്രശസ്തമായ സ്വർഗാരോഹിണി. അപ്പോൾ സ്വർഗാരോഹിണിയുടെ ബേസ് ക്യാമ്പിലേക്ക് ഞാൻ യാത്ര ചെയ്തിരുന്നു. 10-12 ദിവസം എടുത്തിട്ടാണ് യാത്ര ചെയ്തത്.
അപ്പോൾ അവിടെ ഈ ഞങ്ങളുടെ പോർട്ടർമാർ ആ നാട്ടിലെ കുറച്ച് കുട്ടികളായിരുന്നു, ചെറുപ്പക്കാർ. അവിടെ സീമ, ഓസ്ല എന്നൊക്കെ പറഞ്ഞ ചില ഗ്രാമങ്ങളുണ്ട്. ഓസ്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലമാണ്. ഓസ്ല ലോകത്തിലെ ആദ്യത്തെ ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഓസ്ല. അവിടെ ഇപ്പോഴും ദുര്യോധന ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. സ്വർഗാരോഹിണിക്ക് തൊട്ടിപ്പുറത്ത് ഏതാണ്ട് 3 കിലോമീറ്റർ ഇപ്പുറം ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന പോട്ടർമാർ പറഞ്ഞു, ഇനി ഞങ്ങൾ അങ്ങോട്ട് വരില്ല, അതാണ് വഴി. വഴി ചൂണ്ടിക്കാണിച്ചു. ഇവർ വരുന്നില്ല, കാരണം ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് വരുന്നത്. ഒരു ദിവസം ഇത്ര രൂപ കൂലി പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഈ പോട്ടർമാർ വരുന്നത്. ഗൈഡ് കം പോട്ടറാണ്. ഒരു 3 കിലോമീറ്റർ നമുക്ക് സ്വർഗാരോഹിണി കാണാം, ആ പർവ്വതം കാണാം. നേരെ വഴി കാണിച്ചു തരുന്നു, നേരെ ഇതുവഴി നടന്നാൽ മതി. നിങ്ങൾക്കെല്ലാം അറിയും, നമ്മളെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ജോജി അടക്കം നമ്മുടെ കൂടെ ഉണ്ട്. ഇവർ വന്നില്ല. ഞങ്ങൾ മുമ്പിലേക്ക് നടന്നു. കൃത്യം ഏതാണ്ട് 1/2 കിലോമീറ്റർ പോകുമ്പോഴേക്കും ജോജി വീണു. കല്ല് കൂട്ടിയിട്ടിരുന്ന കല്ലുകൾക്കിടയിലേക്ക് കാല് കുടുങ്ങി, കാല് ടിസ്റ്റായി. കാല് സുഖമില്ലാത്ത ഒരാളിനെയും കൊണ്ട് മുമ്പോട്ട് പോകാനും പറ്റില്ല, തിരികെ വരാൻ പറ്റില്ല. ഏതാണ്ട് 1.5 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. ഈ ജോജിയുടെ കാല് ഒരു കൈ കൊണ്ട് താങ്ങി നമ്മൾ കമ്പുറപ്പിച്ച് വീണ്ടും വീണ്ടും നടന്നു പോകുമ്പോൾ എൻ്റെ കാല് കുടുങ്ങി. എൻ്റെ കാലിൽ ചെറിയ മുറിവ് പറ്റി. ഞങ്ങളുടെ കൂടെ വന്ന ബാക്കി 2 ആളുകൾ ഞങ്ങളെ 2 ആളിനെ കൂടി ചുമന്നിട്ടാണ് സ്വർഗാരോഹിണിയുടെ ബേസ് ക്യാമ്പിലേക്ക് വന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ടിച്ചേർക്കാനുള്ളത്. ഞങ്ങളുടെ കൂടെ വന്ന ഈ പോട്ടർമാർ എന്തുകൊണ്ട് അവിടെ വന്നില്ല എന്ന് നിങ്ങൾക്കറിയോ? അതൊന്നറിയണം. കാരണം അവർ കൗരവന്മാരാണ്. കൗരവന്മാരാണ്. ഈ പുതിയ ലോകത്താണ്, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓസ്ല ഗ്രാമം മുഴുവൻ കൗരവന്മാരുടെ ഗ്രാമമാണ്. അവിടെ ദുര്യോധന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിന് നേരെ ഈ വാ പിളർന്നു നിൽക്കുന്ന സിംഹരൂപമുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഈ നെരിപ്പോടിങ്ങനെ എപ്പോഴും അണയാതെ കിടക്കുന്ന നെരിപ്പോടാണ്. അത് ദുര്യോധനൻ്റെ ക്രോധമെന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, അത് തീരുന്നതിനിടയ്ക്ക് വീണ്ടും വിറക് കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ദുര്യോധനൻ്റെ ഒരു രൂപത്തിൻ്റെ, ഒരു ഐഡലിൻ്റെ തൊട്ടടുത്ത് പുതിയൊരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബുദ്ധൻ. ദുര്യോധന ക്ഷേത്രത്തിനകത്ത് ബുദ്ധൻ പ്രത്യക്ഷപ്പെടുന്നു. ആലോചിച്ച് നോക്കണം. ഇപ്പം തന്നെ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹയും തുടങ്ങുന്നതിനകത്ത് ബുദ്ധൻ വരെ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കൗരവന്മാരായതുകൊണ്ടാണ് ഇവർ വരാത്തത്. എന്താണെന്നറിയോ? സ്വർഗാരോഹിണി പാണ്ഡവന്മാർ കയറിയതാണ്. അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുന്ന തമസാ നദിയിൽ ഈ ആയിരക്കണക്കിന് കൗരവന്മാരുടെ ചോര ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുത്ത് കുടിക്കില്ല. ആ നദി ക്രോസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഒരു യാത്രികൻ ചെയ്യേണ്ട, യാത്രികൻ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ചരിത്രം വക്രീകരിക്കുന്നു, ചരിത്രത്തെ വികൃതമാക്കുന്നു, മിത്തുകളെ യാഥാർത്ഥ്യങ്ങളാക്കുന്നു, യാഥാർത്ഥ്യങ്ങളെ മിത്തുകളാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യാത്ര എഴുത്തുകാരൻ, ഒരു യാത്രികൻ ഏറ്റവും ഫലപ്രദമായി ഇടപെടേണ്ടത് ഈ രംഗത്ത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഇവിടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഈ പറയുന്നത് മാത്രമല്ല, ഭ്രമാത്മകമായ കൽപ്പനകൾ മാത്രമല്ല ഒരിക്കലും യാത്ര. നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഈസ്തറ്റിക് സെൻസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെൻഷ്വസ്നെസ്, നമ്മുടെ ഇന്ദ്രിയപരത ഉണർത്തുന്ന കുറേ സംഗതികൾ മാത്രമല്ല യാത്ര. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാർ. അതുകൂടി ഒന്ന് പറയാമല്ലോ അല്ലേ? ഒരു സംഭവം കൂടി. നമ്മുടെ തവാങ്ങിലേക്ക് യാത്ര ചെയ്യായിരുന്നു ഞാൻ. തവാങ്ങിലേക്ക്, അരുണാചൽ പ്രദേശിൻ്റെ തവാങ്ങിൽ സേല പാസ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയും. സേല ഒരു വലിയ തടാകവും, അത് നമ്മുടെ ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ആണ് സേലയുടെ ചരിത്രമുള്ളത്. സേല എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ചരിത്രമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സേല തടാകത്തിൽ നമ്മുടെ അരുണാചലിലേക്ക് കടക്കുന്ന ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ഒരു ചെറിയ മണ്ഡപം കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പുലർച്ചെയാണ് അവിടെ ചെല്ലുന്നത്. ഭയങ്കര തണുപ്പാണ്. ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കോടാലിയെല്ലാം വെച്ചിട്ട്, മോൻപ വർഗ്ഗത്തിൽപ്പെട്ട ആളാണ്. അവിടുത്തെ ആദിവാസികൾ മോൻപ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. ഒരു മനുഷ്യൻ ഒരു ചെറിയ ആക്സും വെച്ചിട്ട് ഇങ്ങനെ ആ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് വെളുപ്പിന് കരയുന്നു. ഭയങ്കരമായ കരച്ചിലാണ്, പൊട്ടി കരയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നല്ല വലിയ കനത്തിലുള്ള ബീഡിയുണ്ട്. ബീഡിയുടെ പുക ഇങ്ങനെ ഉരുണ്ടു കൂടുന്നുണ്ട്. ഞാൻ ചെന്ന് അയാളോട് ചോദിച്ചു, എനിക്കൊരു ബീഡി തരാമോ? അയാളോടൊന്ന് ചങ്ങാത്തം കൂടാൻ വേണ്ടിയാണ്.
പക്ഷേ അയാൾ വളരെ സന്തോഷത്തോടെ ബീഡി തന്നു. അയാളോട് ചങ്ങാത്തം കൂടി എന്തിനാണ് കരയുന്നത് ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, അന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കാതെ രഹസ്യമായി ഒരു നിയമം പാസ്സാക്കി. ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതെ ഈ ഓരോ സംസ്ഥാനത്തും പ്രത്യേകം ഷെഡുകൾ കെട്ടി അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന കേരള ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയും പൗരത്വ ഭേദഗതി നിയമം. ആ നിയമം വരുന്ന സമയത്താണ് ഇയാൾ കരയുന്നത്. എന്താണെന്നറിയോ? ഈ മനുഷ്യൻ കരയുന്നത്, ഈ മോൻബ വിഭാഗത്തിൽപ്പെട്ട ഈ മനുഷ്യൻ കരയുന്നത് അയാളുടെ ഭാര്യയെ 3 ദിവസമായി കാണാനില്ല. സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിൽ അവിടെ ഒരു പ്രത്യേക കാര്യസമിതിയാണ്, ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വന്ന് 3 ദിവസത്തിന് മുമ്പ് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി. സംഭവം എന്താ അറിയോ? ഇയാളുടെ ഭാര്യയുടെ അമ്മ ബംഗ്ലാദേശിയാണ്. അയാളും അയാളുടെ ഭാര്യയിലുണ്ടായ മക്കളുമെല്ലാം ഇന്ത്യക്കാരും, അമ്മ ബംഗ്ലാദേശി ആയതുകൊണ്ട് ഭാര്യയെ ഇന്ത്യക്കാരിയല്ല എന്ന് മുദ്രകുത്തി നേരെ ഈ പറഞ്ഞ ഷെൽട്ടറുകളിൽ എവിടേക്കോ കൊണ്ടുപോയിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ കരച്ചിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. എങ്ങനെ നമ്മളത് എഴുതണ്ടേ, നമ്മളത് പറയണ്ടേ? പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൗരത്വ ഭേദഗതിയും പറയേണ്ടി വരും, പറയുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരും, പലതും പറയേണ്ടി വരും. പക്ഷേ ചരിത്രത്തെ ഞാൻ ആവർത്തിക്കുന്നു, ചരിത്രത്തെ വക്രീകരിക്കുകയും പല മിത്തുകളെ ചരിത്രമാക്കുകയും ചരിത്രത്തെ മിത്താക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സ്വാഭാവികമായും യാത്ര എഴുത്തുകാർക്ക് അവരവരുടേതായ ജോലിയുണ്ട്. ആ ജോലിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാഴ്ചയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു അജയൻ. ഒരു വളരെ ഉപകാരപ്രദവും ഇന്നത്തെ കാലത്തിന് വളരെ 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 പ്രധാനപ്പെട്ടതുമായ ഒരു ചർച്ച യാത്രയെ ചുറ്റിപ്പറ്റി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു എൻ്റെ ഇതിൽ പങ്കെടുത്ത ഈ പാനലിസ്റ്റുകൾക്ക് അതിനുവേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. കാരണം സൗന്ദര്യമുള്ള പ്രകൃതിയുമൊക്കെ നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തീർത്ഥാടനം. പക്ഷേ അതിനപ്പുറത്തോട്ട് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ഒത്തിരി ചിന്തകൾ ഇവിടെ വന്നു. അതിനവർക്ക് നന്ദി. നമുക്ക് കുറച്ച് ടൈമുണ്ട്, ഒരു 5-10 മിനിറ്റോളം ഉണ്ട്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ, ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. പ്രിയപ്പെട്ട യാത്രക്കാർക്കും എഴുത്തുകാർക്കും വായനക്കാർക്കും നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യാത്രാ സാഹിത്യത്തിൽ ആനുകാലികൾക്കുള്ള ഇൻഫ്ലുവൻസാണ്. ആനുകാലികൾ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മുഖ്യധാരയിൽ നിന്നുള്ള ആനുകാലികളെ ചിലപ്പോൾ മാറ്റി നിർത്താം. പക്ഷേ ഈ മനോരമ ട്രാവലർ, യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യാത്ര ബേസിലുള്ള ആനുകാലികങ്ങൾ, ഈ യാത്രാ സാഹിത്യത്തിൽ നിന്ന് സാഹിത്യം ചോർത്തിക്കളയുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ഇത്തരം ആനുകാലികങ്ങളാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയണത്. എൻ്റെ ഒരു യാത്രാ വിവരണം ഒരു ട്രാവലർ മാഗസിൻ മടക്കിയത് ഇറ്റ് ഈസ് ടു പോയറ്റിക് എന്ന് പറഞ്ഞിട്ടാണ്. ഇറ്റ് ഈസ് ടു പോയറ്റിക്, അത് പറഞ്ഞാണ് മടക്കി തരുന്നത്. മറ്റൊരെണ്ണം മനോരമ ട്രാവലർ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ചരമ അറിയിപ്പിനേക്കാൾ ലജ്ജിപ്പിക്കുന്ന നിർജ്ജീവമായ ഭാഷയിലാണ്. നമ്മൾ ഒരെണ്ണം എഴുതി കൊടുത്തിട്ട് അവർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് അത്ര നിർജ്ജീവമായ ഭാഷയിൽ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരയച്ച ചെക്ക് ഞാൻ മടക്കി കൊടുത്തു. ഇത് മറ്റേ ജഗതി പറഞ്ഞ പോലെ ഇത് എൻ്റെ എഴുത്തല്ല, എൻ്റെ എഴുത്ത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് എനിക്ക് മടക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ യാത്രാ സാഹിത്യത്തിൽ നിന്ന് സാഹിത്യം ചോർത്തിക്കളയുന്നതിൽ ഇത്തരം മാഗസിനുകൾക്ക് നല്ല പങ്കുണ്ട്. മറ്റൊന്ന്, നന്ദിനി മേഡം പറഞ്ഞതിൽ ഞാൻ യോജിക്കുകയാണ്. ഈ ട്രാവലോഗ് എന്നുള്ള വാക്കിന് പകരം ട്രാവലോവൽ എന്ന വാക്കിലേക്ക് നമുക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ പത്രാധിപന്മാരുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും തത്വശാസ്ത്രത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ എഴുത്തുകാർ നമ്മൾ നിസ്സഹായരാണെന്ന് കരുതിക്കൊണ്ടാൽ മതി. ഞാനൊക്കെ പിന്നെ ഇത്രയും കുറേ വർഷമായിട്ട് ഇതിലൂടെയൊക്കെ നടന്ന് ജീവിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ എനിക്കൊക്കെ അത് കുറച്ചൊക്കെ സാധിക്കുന്നുണ്ടാവാം. പക്ഷേ പൊതുവിൽ ഇക്കാര്യത്തിൽ അവർക്ക് ആവശ്യമുള്ളതേ അവർ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അവർക്ക് ആവശ്യമുള്ള ഭാഷ അങ്ങനെയൊക്കെ അതുണ്ടാവും. അതിന് ഞാൻ അവരെയും കുറ്റം പറയില്ല. അവരുടെ പരിമിതികൾ വളരെയധികമുണ്ട്. അപ്പോൾ ഇത് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് പറഞ്ഞത് ട്രാവൽ നോവൽ എന്നൊക്കെ പറഞ്ഞത് അതൊരു നല്ല കാര്യമാണ്. ട്രാവൽ ഫിക്ഷൻ എന്നുള്ള പ്രയോഗമുണ്ട്, എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. സർ, സക്രി സർ, താങ്കളുടെ യാത്രാ വിവരണത്തിൻ്റെ ഏറ്റവും അടുത്തിടെ നടന്ന യാത്രയുടെ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവച്ചില്ല? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനി അത് പങ്കുവയ്ക്കാനുള്ള ടൈമില്ല. ഇല്ല, നമുക്ക് ടൈം കഴിഞ്ഞു. ഇപ്പം ടൈം കഴിഞ്ഞ് 15 മിനിറ്റ് നമ്മൾ ഓവർ ഡൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.